നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം. ഈ രണ്ടാം ഭാഗത്ത് ഇവിടെ സംസാരിക്കണം എന്നുള്ള നിലയിൽ സഹോദരൻ ജെയ്സൺ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിഷയം അല്പം അപകടം പിടിച്ച ഒരു വിഷയമാണ്. അപകടം പിടിച്ചതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും എല്ലാ വിഷയങ്ങളും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യപ്പെടണം എന്നില്ല. അദ്ദേഹം പറഞ്ഞത് ട്രഡീഷൻ ആൻഡ് ക്രിസ്ത്യൻ ലിവിങ്, പാരമ്പര്യവും ക്രിസ്തീയ ജീവിതവും എന്നുള്ള വിഷയം ഞാൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ സമയം കൊണ്ട് ആ സബ്ജക്റ്റ് എടുക്കാൻ ഒക്കത്തില്ലെന്നുള്ളത് സഹോദരൻ ജെയ്സനും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വളരെ അത്യാവശ്യമായ നിലയിൽ നമ്മുടെ ഇടയിലേക്ക് കുടിയേറിയിട്ടുള്ള പാരമ്പര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് ടച്ച് ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നെ ഏതെങ്കിലുമൊക്കെ സമയം നമുക്ക് അവസരം ലഭിച്ചാൽ അത് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പരമ്പരാഗതമായി ചിന്തിച്ചു വരുന്നൊരു വിശ്വാസം, ആചാര രീതികൾ, സ്വഭാവ രീതികൾ എന്നിവകൾക്ക് പ്രത്യേകമായ അർത്ഥവ്യാപ്തി നൽകി അല്ലെങ്കിൽ പ്രാധാന്യം നൽകി അവയെ ഒരുപോലെ പിന്തുടരുന്ന സമ്പ്രദായത്തെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പല ആളുകളും എപ്പിസ്കോപ്പൽ പാരമ്പര്യമുള്ള ആൾക്കാരായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിലെ എപ്പിസ്കോപ്പൽ പാരമ്പര്യം. ഈ എപ്പിസ്കോപ്പൽ പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ അറിയാം, അതൊരു പൗരോഹിത്യ വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായിരിക്കുന്ന പാരമ്പര്യമാണ്. അപ്പോൾ ആ ഓറിയന്റേഷനിലാണ് അവരുടെ എല്ലാ സംവിധാനങ്ങളും, അവരുടെ ആരാധന, അവരുടെ സൺഡേ സ്കൂളുകൾ, അവരുടെ യൂത്ത് മീറ്റിങ്ങുകൾ, പിന്നെ അവരുടെ വിവാഹ ശുശ്രൂഷകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആ പറയപ്പെട്ട എപ്പിസ്കോപ്പൽ പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അതിൽ പാരമ്പര്യം 2 വശങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നത്. ഒന്ന് സെക്യുലർ ട്രഡീഷൻ. ഈ സെക്യുലർ ഭാഗത്തുള്ള ട്രഡീഷൻ അത് സാധാരണയായി നമുക്ക് അധികം ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറില്ല. കാര്യം നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കുന്നു, വേണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കുന്നു. മറ്റേത് റിലീജിയസ് ട്രഡീഷൻ, മതപരമായ പാരമ്പര്യം. അപ്പോൾ ട്രഡീഷനെ 2ആയിട്ട് വിഭജിക്കാം. ഒന്ന് സെക്യുലർ, ദി അതർ വൺ ഈസ് റിലീജിയസ്, മതപരം. അതിൽ ഈ റിലീജിയസ് ട്രഡീഷന് 3 ഉപപിരിവുകളുണ്ട്. ഒന്ന് ഈ ഫാമിലി ട്രഡീഷൻ, അതായത് കുടുംബ പാരമ്പര്യം. ഉദാഹരണം മാത്രം പറയാം. ഇപ്പം AD 56 തോമസ് ലീഹ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്തെന്നും അദ്ദേഹം അവിടെ വെച്ച് 4 നമ്പൂതിരി കുടുംബങ്ങളെ, ഏതൊക്കെയാണെന്നറിയാമോ? കാളി, കള്ളിയാങ്കൽ, പകലോമറ്റം, ശങ്കരിപുരി എന്നിങ്ങനെ 4 ബ്രാഹ്മണ കുടുംബങ്ങളെ മാമോദിസ നൽകി ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നാണ് ഇവിടുത്തെ നസ്രാണി ക്രിസ്തീയ പാരമ്പര്യം. അതിന് വാസ്തവത്തിൽ എഴുതപ്പെട്ട യാതൊരു രേഖയും ഇല്ലെന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ റോബിൻ ബോയ്ഡ് എന്ന് പറയുന്ന പ്രശസ്തനായിരിക്കുന്ന ഈ സറാംപൂർ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, അദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ള ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അതിനകത്ത് എഴുതപ്പെട്ട പാരമ്പര്യമൊന്നുമില്ല. AD 3-ാം നൂറ്റാണ്ട് വരെയുള്ള നമ്മുടെ കേരളത്തിലെ പ്രാചീന കേരളത്തിൻ്റെ സാംസ്കാരിക മതപരമായ ചരിത്ര സംക്ഷേപങ്ങൾ താളിയോല ഗ്രന്ഥങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് ചിലതൊക്കെ നമ്മുടെ ഇവിടുത്തെ ഈ കൊട്ടാരത്തിലുണ്ട്. ഏതാ ഈ ട്രിവാൻഡ്രം കൊട്ടാരത്തിലുണ്ട്. ചിലത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിനകത്തുമുണ്ട്. നമുക്കത് തൊടാനും ഒന്നും പറ്റിയില്ല. കാര്യം അതെല്ലാം പഴയ കാലത്ത് പൊടിഞ്ഞിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട്, എന്നാൽ അതിൻ്റെ എല്ലാം സിറോക്സ് കോപ്പികളൊക്കെ നമുക്കിവിടെ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ കുടുംബ പാരമ്പര്യത്തിനകത്ത് ഈ 4 കുടുംബങ്ങളിൽ നിന്നാണ് ഈ ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ടായതെന്നുള്ള പാരമ്പര്യം. അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, കാര്യം ഇപ്പോൾ ഇവിടെ നിൽക്കരുത് വിഷയം പറയാൻ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിൽ ഈ 4 കുടുംബങ്ങൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞു കേൾക്കുന്ന പകലോമറ്റം കുടുംബമാണ്. പകലോമറ്റവും പിന്നെ കാളി, കള്ളിയാങ്കിൽ, ശങ്കരിപുരി, പകലോമറ്റം. അതിൽ പകലോമറ്റം, കള്ളിയാങ്കിൽ കുടുംബങ്ങളെയാണ് പിന്നെ കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. മറ്റേത് എനിക്കറിയാൻ വയ്യ, അതവിടെ നിൽക്കട്ടെ. മറ്റേത് സോഷ്യൽ ട്രഡീഷനാണ്, അതായത് സാമൂഹ്യപരമായിരുന്ന പാരമ്പര്യം. സാമൂഹിക പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമൂഹത്തിൽ പരസ്പരമുള്ള
ധാരണയെ നിലനിർത്തി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങൾ. അതാണ് സാമൂഹ്യ പാരമ്പര്യങ്ങൾ. അങ്ങനെ ഓരോ സമൂഹത്തിനും അവരുടേതായിട്ടുള്ള പരസ്പര നിബദ്ധമായി അവരെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമുണ്ട്. അത് ധാരാളമാണ്. ഇപ്പോൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ അവരുടെ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട് പരമ്പരാഗതമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് ഐതിഹ്യം, അവർക്കത് ദൈവികം, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിയോട് കൈകാര്യം ചെയ്യണം. പിന്നെ മൂന്നാമത്തെ പാരമ്പര്യം റിലീജിയസ് ട്രഡീഷനാണ്. അപ്പോൾ ഈ ഫാമിലി ട്രഡീഷൻ, സോഷ്യൽ ട്രഡീഷൻ, പിന്നെ അടുത്തത് റിലീജിയസ് ട്രഡീഷൻ, അതായത് മതപരമായ പാരമ്പര്യം. ഈ മതപരമായ പാരമ്പര്യം യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ യഹൂദന്മാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. യഹൂദന്മാർക്ക് അനുഷ്ഠിക്കാനായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തുള്ള 613 കൽപ്പനകളാണ് മൊത്തം. ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളിൽ 613 കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനകളിൽ അടിസ്ഥാനമിട്ട് അവര് പ്രൈമഫേസിയ പാലിക്കാൻ കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ, അതിനെ ക്രോഡീകരിച്ച് 2 എണ്ണമായിട്ട് കർത്താവായ യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൽപ്പനകളൊക്കെ അവർ പാലിക്കേണ്ടതായിരുന്നു. അതിനോട് ചേർത്ത് അവർ കൽപ്പനകളിൽ ഇല്ലാത്തതായി കാലാകാലങ്ങളിലായി കൂട്ടിച്ചേർത്ത കുറേ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. ആ സമ്പ്രദായങ്ങൾക്കൊന്നും വേദപുസ്തകത്തിൽ അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധയും. അതിൽ മർക്കോസ് 7:13 വായിക്കുമ്പോൾ കർത്താവ് തന്നെ അവരോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ, അവിടെ സമ്പ്രദായം എന്ന് പറഞ്ഞ ട്രഡീഷനാണ്, ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ആര്? ഈ യഹൂദന്മാർ. അവരുടേതായ ചില സമ്പ്രദായങ്ങൾ, ട്രഡീഷൻസ് ദൈവവചനത്തോട് ചേർത്ത് വെച്ചിട്ട് ദൈവകൽപ്പനയെ അവര് ദുർബലമാക്കുകയാണ്. പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് അവർ മാനുഷികമായ കൽപ്പനകളെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തില് ഈ റിലീജിയസ് ട്രഡീഷൻ അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യം, നമ്മുടെ റിലീജിയസ് എന്ന് പറയുമ്പോൾ അത് വൈഡ് സ്പെക്ട്രമാണ്. അതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ ട്രഡീഷനാണ്. അപ്പോൾ ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളായി നമ്മൾ പാലിക്കാൻ അല്ലെങ്കിൽ അനുഷ്ഠിക്കാൻ ദൈവം തന്നിരിക്കുന്ന പ്രത്യക്ഷമായ കൽപ്പനകളോട് മാനുഷികമായ ചില കൽപ്പനകൾ അല്ലെങ്കിൽ ചില രീതികൾ കൂട്ടിച്ചേർത്തിട്ട് അതും ഈ വേദപുസ്തകത്തിലെ ഉപദേശവും തുല്യ പ്രാധാന്യമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ക്രിസ്ത്യൻ ട്രഡീഷൻ. അതാണ് ക്രിസ്ത്യൻ ട്രഡീഷൻ. അപ്പോൾ സാധാരണയായി നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യാറില്ല. കാര്യം നമ്മൾ വരുമ്പോൾ സമാനോട് ആരും അതിൻ്റെ കുറ്റി, കൊളുത്ത്, അന്താഴം, തിരശീല, മഹാപുരോഹിതൻ, അദ്ദേഹത്തിന് ഇടക്കെട്ട്, നടുക്കെട്ട്, തലപ്പാവ് ഇത്യാദി വിഷയങ്ങൾ, പിന്നെ 7 ഉത്സവങ്ങള്, യാഗങ്ങള്, ഇതൊക്കെ കൈകാര്യം ചെയ്തിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിലേക്കൊന്നും നമ്മൾ സാധാരണയായി ഞായറാഴ്ചയുടെ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇവിടെ യേശു നോക്കട്ടെ, ഈ സമ്പ്രദായങ്ങൾ വാസ്തവത്തില് ദൈവകൽപ്പനകൾ പ്രത്യക്ഷത്തിൽ പാലിക്കുന്നതിൽ നിന്ന് ജനത്തെ ഒരു പ്രശ്നത്തിലാക്കി, എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാക്കി. ഞങ്ങൾ ഏതാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പം ജനങ്ങൾക്കുണ്ടായി. അങ്ങനെ വരുമ്പോൾ യേശു തന്നെ അവിടെ പറഞ്ഞു, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച്, ആരെക്കുറിച്ച്? യഹൂദന്മാരെ കുറിച്ച്. കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി, ഈ ജനം ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയമെങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവകൽപ്പനയോട് ചേർത്ത് മാനുഷിക കൽപ്പനയും കൂടെ ഇവർ കൂട്ടിച്ചേർത്തിട്ട് ഇതിൽ ദൈവകൽപ്പന ഏത്, മാനുഷിക കൽപ്പന ഏത്, അത് രണ്ടും തുല്യ പ്രാധാന്യം ഉള്ളതാണോ എന്നുള്ള ഒരാശയക്കുഴപ്പത്തിൽ സാമാന്യ ജനം വന്നെത്തുന്ന ഒരു നിലയിലാണ്, കാലഘട്ടത്തിലാണ് യേശു വരുന്നത്. അപ്പൊ യേശു അതിന് ഒരു തെളിവുണ്ട്. യോഹന്നാൻ 5 വരുമ്പോൾ യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് ശിഷ്യന്മാർ അതിന് പോയി എന്നാ വായിക്കുന്നത്. ഈ ഉത്സവങ്ങൾ സ്ഥാപിച്ച സമയത്ത് അത് യഹോവയുടെ ഉത്സവങ്ങളായിട്ടാണ് ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? യഹോവയുടെ ഉത്സവങ്ങളാണ് ആ ഉത്സവങ്ങൾ 7. പക്ഷെ യേശു ക്രിസ്തു ഭൂമിയിൽ ബന്ധപ്പെട്ട ആരുടേതായി മാറി? യഹൂദന്മാരുടെ ഉത്സവമായിട്ട് മാറി. ഇതാണ് ഇതിനകത്ത് വരുന്ന ഈ പാരമ്പര്യത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന വ്യവസ്ഥിതികൾ എന്ന് പറയുന്നു. അവർ കർത്താവ് പറഞ്ഞു, മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിച്ചുകൊണ്ട് എന്നെ വ്യർത്ഥമായിട്ട് ഭജിക്കുന്നു. അപ്പൊ യഹൂദന്മാരുടെ ആചാരപരമായി നിലനിന്നിരുന്ന ശുദ്ധീകരണത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറഞ്ഞത്. കാരണം യേശു ഒരു വീട്ടിൽ ചെന്നു. അപ്പൊ യേശു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആചാരപരമായ ശുദ്ധീകരണ പാരമ്പര്യം അനുസരിച്ച് കൈകാലിൽ കഴിയ ശേഷമേ വീടിനകത്ത് ഭക്ഷണത്തിന് ഇരിക്കാവൂ. പക്ഷെ യേശു ഇത് ചെയ്യാതെ ആ വീട്ടിൽ കയറി ഭക്ഷണം ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉടനെ പരീക്ഷന്മാർക്ക് എന്തുണ്ടായി? ഇടർച്ചയുണ്ടായി. ലൂക്കോസ് 11:38 അവൻ മുത്താഴത്തിന് മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട്, കുളിച്ചില്ല എന്ന് പറഞ്ഞത് കഴുകിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്, ക്ലെൻസിങ് ആണ്.
കഴിയില്ല എന്ന് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. കർത്താവ് അവരോട് പരീശന്മാരായ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ, പുറമുണ്ടാക്കിയവൻ തന്നെ അല്ലയോ അകവും ഉണ്ടാക്കിയത്? അങ്ങനെ ചെയ്യുകയാൽ മനുഷ്യ നിർമ്മിതമായ പാരമ്പര്യത്തെ അനുസരിക്കാൻ ജനത്തെ ഇവരെ ഉദ്യോഗിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? കിണ്ടി കിണ്ണങ്ങളിലെല്ലാം പുറം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും. മരിച്ചടക്കപ്പെട്ട പിതാക്കന്മാരെ കല്ലയുടെ മുകളിൽ അവർ വെള്ളയടിക്കും. അകം എങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇന്റേണൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് കർത്താവ് പറയാനായിട്ട് അതിൽ കൂടി ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ പല ആളുകളുടെയും ക്രൈസ്തവ വിശ്വാസ അനുഷ്ഠാനങ്ങളോട് ചേർന്ന് കാലാകാലങ്ങളിലായി മാനുഷികമായ പല സമ്പ്രദായങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഗലാത്യർ 5:1 വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ ഇനി എന്ത് ചെയ്യണം? അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ വീണ്ടും കുടുങ്ങി പോകരുത്. അപ്പൊ നമുക്ക് അനുഷ്ഠിക്കാൻ, പാലിക്കാൻ, ആചരിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക സംഗതി ദൈവത്തിന്റെ വചനമാണ്. വചനത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, അതായത് ദൈവവചനത്തെ അല്ലാതെ സാമുദായികമോ ദൈവശാസ്ത്രപരമോ സംഘടനാപരമായോ, സാമുദായികമായോ ദൈവശാസ്ത്രപരമായോ സംഘടനാപരമായോ യാതൊരു നിലയിലുള്ള മാനുഷികമായിരിക്കുന്ന കൽപ്പനകളെയും മാനുഷികമായി കൂട്ടിച്ചേർക്കപ്പെട്ട സമ്പ്രദായങ്ങളെയും ദൈവവചനത്തിന് തുല്യമായ പരിഗണന നൽകി അതിനെ അനുഷ്ഠിക്കുന്നതിനെയാണ് ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ദൈവശാസ്ത്രം ഫ്രെയിം ചെയ്ത് നമ്മൾ ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില കാര്യങ്ങൾ നമ്മുടെ ചില ആളുകൾ, ഉപദേശിമാരൊക്കെ ഇതിന് വ്യാഖ്യാനം പറയുമ്പോഴാണ് ദൈവം തന്നെ ഇങ്ങനെ ഇതിന് വ്യാഖ്യാനം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചു പോകുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അറിയോ? കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സമാധാന കൂടാരത്തിനെ എടുക്കാം. കൂടാരം സ്വർഗീയ കൂടാരത്തിന്റെ നെല്ലാണെന്നാണ് എബ്രായർ വായിക്കുന്നത്. പക്ഷേ നമ്മൾ അതിന്റെ കുറ്റിക്ക്, കുളത്തിന്, അന്താഴത്തിന്, തിരശീലയ്ക്ക്, മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്, ഇടക്കെട്ടിന്, നടുക്കെട്ടിന്, തലപ്പാവിന്, വെള്ള വസ്ത്രത്തിന്, സകലത്തിനും ഓരോ നിലയിലുള്ള അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ നൽകിയിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചങ്ങ് പറയുമ്പോൾ ഒറ്റ ഉദാഹരണം പറയാം. ജേസൺ ബ്രദർ ഇനി ഒരു ക്ലാസ് തരികയെന്ന് എനിക്ക് 2 മണിക്കൂർ 2 സെക്ഷനും തരണം. കാര്യം ഇതെല്ലാം കൂടെ പറയാൻ എങ്ങനെ കഴിയും? സ്പർജൻ സാറിനറിയാം, ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ അതിന് നിശ്ചിതമായൊരു സമയമുണ്ട്. അറിയാം, ആ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ കൊണ്ട് തരണമെന്ന് സാറിനോട് പറയുക. ആ പുള്ളിയുടെ ഹെഡ് എങ്ങനെ ചെയ്യും? സാറേ, ഞാൻ അന്വേഷിക്കണ്ടേ? അന്വേഷിച്ച് CD അത് കൈകാര്യം ചെയ്യണ്ടേ എന്ന് പറയും. അതുപോലെ അങ്ങനെ ഇനി തന്നാൽ അങ്ങനെ തരണം. അപ്പം ഇവിടെ ഈ എന്താ സംഭവിക്കുന്നറിയാമോ? നമ്മൾ ദൈവശാസ്ത്രപരമായ, സംഘടനാപരമായി, സാമുദായികമായി ഓരോരുത്തരും ഓരോ സംവിധാനം ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പോൾ ഈ സമാഗമന കൂടാരത്തിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു ദൈവദാസൻ പഠിപ്പിക്കുകയാണ്. മിദ്യാന്യരായ ആളുകൾ വന്നിട്ട് ഈ ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിയരുടെ ആടുകളെയും മാടുകളെയും കാളകളെയും കഴുതകളെയും ക്യാപ്ചർ ചെയ്ത് പോയി. മിദ്യാൻ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്, അവരെ അണിയപ്പെടുത്തി തരാം. ഇനി അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ശ്രദ്ധിച്ചോണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാൻ പറഞ്ഞല്ല. ആടുകൾ എന്ന് പറയുന്ന വിശ്വാസികൾ. അപ്പോൾ ഈ ഭിന്നത ഉണ്ടായി കഴിഞ്ഞപ്പോൾ സഭയിൽ ആടുകളെയും ക്യാപ്ചർ ചെയ്തുകൊണ്ട് പിശാച് പോയി. മിദ്യാൻ സമം പിശാച്, ആടുകൾ സമം വിശ്വാസികൾ. കാളകൾ ഇവാഞ്ചലിസ്റ്റുകൾ, അതായത് ദേ ആർ ദ പീപ്പിൾ ഹു ആർ ബെയറിംഗ് ദ ബേർഡൻ. അപ്പോൾ സുവിശേഷൻ ആരാണ്? കാള. അപ്പോൾ നമ്മുടെ VS അച്യുതാനന്ദൻ എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയിൽ ഭരിച്ച എല്ലാ ആളുകളെക്കാളും ഇഷ്ടമുള്ള ആളാണ്. പുള്ളി ഇടയ്ക്ക് പറയും, പശുവാണ് ഇവരുടെ മാതാവെങ്കിൽ ഇവരുടെ അപ്പനാരാണ്? കാളയാണോ എന്ന് കോഴിപ്പാലത്ത് ഞങ്ങളുടെ ഇവിടെ നിന്ന് പുള്ളി ഒരിക്കൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രസംഗിച്ചാൽ തല്ലി കിട്ടും, പുള്ളി പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കും. അപ്പം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അതൊന്നും പറയണ്ട. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ മിദ്യാൻ വരുന്ന പിശാച്, ആടുകൾ ക്യാപ്ചർ വിശ്വാസികൾ, കാള ആരെ? ഇവാഞ്ചലിസ്റ്റ്. എന്നാൽ അടുത്ത സെക്ഷൻ അതിനെ വളരെ വേദനിപ്പിച്ചത് കഴുതകൾ മൂപ്പന്മാർ. കഴുതകൾ മൂപ്പന്മാർ. അപ്പൊ ഈ പ്രസംഗിച്ച ആളോട് ഞാൻ ചോദിച്ചു, ഞാൻ ലൈവിൽ വന്ന് ചോദിച്ചു, ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു സഭയിൽ വന്ന് ഈ മൂപ്പന്മാരാണ് കഴുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മൂപ്പൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അപ്പൊ ഇത് വളരെ ഈ ഫാൻസി ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനാണ്. ഈ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെ എമർജ് ചെയ്തിട്ട് നമ്മുടെ ബൈബിൾ സ്കൂളുകളിലും മറ്റും പഠിപ്പിച്ചു വിടുന്ന ആളുകളെ എല്ലാം ഈ ഫിഗറേറ്റീവ് അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ പഠിപ്പിച്ചിട്ട് ഇത് കേൾക്കാൻ നല്ല സുഖമാണ്. ഇപ്പൊ തന്നെ യാക്കോബിന്റെ ഭാര്യയായിരുന്ന റാഹേലിന് ഏറിയ നാളുകളിലേക്ക് മക്കളുണ്ടായിരുന്നില്ല. അവൾ മച്ചിയായിരുന്നു. അങ്ങനല്ലേ ആൻറ്റി വായിക്കുന്നത്? ജെയിംസ് അങ്കിളിന്റെ ആൻറ്റി മച്ചിയായിരുന്നു. ഷീ വാസ് ബാരൻ. മറ്റേ സ്ത്രീ ആര്? ലിയയ്ക്ക് മക്കളുമുണ്ട്.
അപ്പോൾ ഈ മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൾ റാഹേൽ എന്ന് ലിയയോട് പറഞ്ഞു, നിന്റെ മകൻ രൂബേൻ കഴിഞ്ഞ ദിവസം വയലിൽ നിന്ന് പിറക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ദൂതായി പഴങ്ങളിൽ ചിലത് എനിക്ക് തരണം. ഇതിന്റെ വ്യാഖ്യാനം നമ്മുടെ ദേവദാസൻ പഠിപ്പിച്ചെന്നറിയാവും. ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ജേക്കബ് ദ പാസ്റ്റ് നൈറ്റ്. അപ്പൊ ആ തലേ രാത്രി ജേക്കബ് ഈ റാഹേലിനോട് കഴിയായിരുന്നു. ബട്ട് ഷീ വാസ് നോട്ട് ഹാപ്പി ടു ദാറ്റ്. ഷീ വാണ്ടഡ് ദി മാൻഡ്രേക്ക്, അതായത് ദൂതായി പഴം, മാൻഡ്രേക്ക് ദ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു ആകുന്ന മാൻഡ്രേക്കിനെ വേണം. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. പത്തനംതിട്ട കാലിക്കറ്റ് കോളേജിന്റെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന ഡോക്ടർ മാത്യു ഡിഹാനും മകൻ രണ്ടുപേരും ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. അവര് പലസ്തീനിൽ പോയി ഇസ്രയേൽ രാജ്യത്ത് 1 വർഷം താമസിച്ച് വേദപുസ്തകത്തിലെ സസ്യങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ബൈബിൾ പരാമർശിക്കുന്ന മുഴുവൻ പുസ്തകങ്ങളുടെയും ബോട്ടണിക്കൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആധികാരിക ഗ്രന്ഥമാണ് നിങ്ങൾ വായിച്ചോണം. ആ പുസ്തകം ഞാൻ വായിച്ചു. ഞാൻ അവരെയും വിളിച്ച് സംസാരിച്ചു. കാര്യം പബ്ലിക്കിൽ പറയുമ്പം എനിക്ക് അതോറിറ്റി വേണ്ടേ. അപ്പം അവർ ഇതിനെക്കുറിച്ച് മാൻഡ്രേക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാൻഡ്രേക്ക് എന്ന് പറയുന്നത്, ഇവർക്ക് മക്കളില്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ യഹൂദ വയൽ വരമ്പുകൾ നമ്മുടെ ഇവിടുത്തെ പഴയ കാട്ടുകരുതി പോലെ പടർന്നു കിടക്കുന്ന, കാട്ടുവെള്ളരി പോലെ കിടക്കുന്ന ഒരു പഴമാണ്. അതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേക വശീകരണ ശക്തിയുണ്ട്. ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെഡിസിനൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ, വൈദ്യശാസ്ത്രപരമായ പ്രയോജനം എന്ന് പറഞ്ഞാൽ പ്രൊഫ്യൂസ് ഇജാക്കുലേഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ സാധാരണ ഇവിടുത്തെ ഒരു ഫിസീഷ്യനെ കാണുക, പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അപ്പോൾ അവരുടെ ഈ സ്പേം കൗണ്ടിനെയൊക്കെ അവർ നന്നായിട്ട് നോക്കും. ഇത്ര മില്യൺ കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ പ്രഗ്നൻസി പോസിബിൾ ആകുള്ളൂ. ഇതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. പണ്ട് ഇതൊക്കെ പറയുന്ന തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ പ്രൊഫ്യൂസ് ഇജാക്കുലേഷൻ അത് കൗണ്ട് പ്രസ്ക്രിപ്ഷനാണ് ഈ റാഹേൽ ഗർഭിണിയാകത്തെന്നാണ് അവിടെ വിശ്വാസം. അപ്പം ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദി പ്രൊഫ്യൂസ് ഇജാക്കുലേഷൻ വേറാസ് ദ വിമൻ വിൽ ബി കൺസീവ്ഡ്. ഇതാണ് കൺസെപ്റ്റ്. പക്ഷേ എൻ്റെ വ്യാഖ്യാനറിയാമോ, ഈ ഷീ വാസ് നോട്ട് ഹാപ്പി വിത്ത് ജേക്കബ്, ഷീ ഹാഡ് ദ നൈറ്റ് പാസ്റ്റ്, ബട്ട് ഷീ വാണ്ടഡ് ദ മാൻഡ്രേക്ക് ദ ക്രൈസ്റ്റ്. ക്രിസ്തു ആകുന്ന മാൻഡ്രേക്ക്. എന്തു ഡേഞ്ചറസ് ഇന്റർപ്രിട്ടേഷൻ എന്നറിയാമോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് സുഖം തോന്നും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഈ വരും തലമുറകളല്ലേ ഇത് തന്നെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോൾ കേൾക്കാൻ സുഖകരമാണ്. വല്ലാത്തൊരു ആത്മീക ആകർഷകത്വമുണ്ടെന്ന് തോന്നിപ്പോകും ഈ അലീഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പം ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഇവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മതനിയമവാദികളായ യഹൂദന്മാർ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അതിലൊന്നാണ് ഈ കൈ കഴുകുക, കാല് കഴുകുക, ഭക്ഷണം മുമ്പ് കഴുകുക. ഇതൊക്കെ ദിവസം 3 വട്ടം പ്രാർത്ഥിക്കുക, ആഴ്ചയിൽ 3 ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക, പിന്നെ പതാരം കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം ഫ്രം ടൈം ടു ടൈം ഇവരിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള പാരമ്പര്യങ്ങളാണ്. കൽപ്പനയ്ക്കകത്ത് ഡയറക്റ്റ് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലേക്ക്, അതായത് ക്രിസ്തീയ വിഭാഗങ്ങളിൽ 1824 അയർലൻഡിലെ ഡബ്ലിനിൽ ആവിർഭവിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. ഇത് ആവിർഭവിച്ചപ്പോൾ ഉണ്ടായിരുന്ന 4 പിന്നീട് ആഡ് ചെയ്യപ്പെട്ട 3 7 പേരെയും കൊണ്ട് വളർന്ന ഈ പ്രസ്ഥാനം ഇന്ന് ലോകം മുഴുവനുണ്ട്. അങ്ങനെ വന്ന ഈ പ്രസ്ഥാനത്തിലും കാലാകാലങ്ങളിലായി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ദൈവകൽപ്പിതങ്ങളല്ലാത്ത ചില പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് എമർജ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവ സഭായർ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ക്രൈസ്തവർ പൊതുവെ അംഗീകരിച്ചുള്ള 6 പാരമ്പര്യങ്ങളുണ്ട്. എല്ലാ ക്രൈസ്തവരും, അതായത് പ്രൊട്ടസ്റ്റന്റുകാരും കാത്തലിക്സും എല്ലാം പൊതുവെ അംഗീകരിച്ചിരിക്കുന്ന 6 പാരമ്പര്യങ്ങളിൽ ഒന്നാണ് സെപ്പറേറ്റഡ് ടൈം, വേർതിരിക്കപ്പെട്ട സമയം. അപ്പോൾ ആഴ്ചയുടെ ഒരു ദിവസം ആരാധനയ്ക്കായിട്ട് നമ്മൾ വേർതിരിക്കുന്നു. ആ ദിവസം ആണ്ടുതോറും എന്ത് ചെയ്യുന്നു, ആണ്ട് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരാധിക്കുന്നു. അപ്പം നമുക്കൊരു റോങ് ഇംപ്രഷൻ കിട്ടി. സൺഡേ ഈസ് ദി only day which is designated for worship. ആരാധന എന്ന് മാത്രമേ ആകാവൂ, ഞായറാഴ്ച മാത്രമേ ആകാവൂ, സെപ്പറേറ്റഡ് ടൈം. അങ്ങനെ വേദപുസ്തകങ്ങളിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ പ്രവൃത്തി 20:7 പറഞ്ഞിട്ടുണ്ട്. ഇനി 2, ഹോളി പ്ലേസ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് പ്ലേസ്, ആരാധനയ്ക്കായി കൂടി വരുന്നൊരു പ്രത്യേക സ്ഥലം. ഇപ്പം നമ്മുടെ തിരുമല അസംബ്ലി, ഇത് നമ്മൾ ആരാധനയ്ക്കായിട്ട് കൂടി വരുന്ന സ്ഥലമാണ്. എന്നാൽ ആദിമകാലത്തെ, പ്രത്യേകിച്ച് ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നില്ല. കാര്യം റോമ ചക്രവർത്തിമാരുടെ ഭരണകാലമാണ്. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലം സെപ്പറേറ്റ് ഉണ്ടായത്. അവർ വീടുകൾ തോറും കൂടുകയും പിന്നെ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ദൈവത്തെ ആരാധിക്കുകയും അപ്പം നുറുക്കുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഒരു സെപ്പറേറ്റഡ് പർട്ടിക്കുലർ പ്ലേസ് നമുക്കില്ല.
ഇനി 3, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതിൽ എപ്പിസ്കോപ്പൽ സഭകൾക്ക് ഇതിനെ സാധാരണ ഇതിനെ സാക്രമെന്റ് എന്നാണ് പറയുന്നത്. കൂദാശകൾ സാക്രമെന്റ് എന്ന് പറയുന്നു. അത് ആദ്യത്തെ സാക്രമെന്റ് എന്ന് പറയുന്നത് മാമോദിസയാണ്. വിശുദ്ധ മാമോദിസ. ഏറ്റവും ഒടുവിലത്തെയാണ് അന്ത്യകൂദാശ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചില ആൾ പറഞ്ഞിട്ടുണ്ട് അന്ത്യകൂദാശയും സുബോധത്തോട് കൊണ്ടുവച്ചാ പോയെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അന്ത്യകൂദാശയും സുബോധത്തോടെ സ്വീകരിച്ചാ പോയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുമ്പുള്ള ഒന്നും സുബോധമില്ലാതാണ് കൈക്കൊണ്ടുവന്ന് വേണേ ഒരു വ്യാഖ്യാനം പറയാം. അപ്പൊ അവർക്ക് 7 സാക്രമെന്റ്സുകളുണ്ട്, കൂദാശയുണ്ട്. എന്നാൽ നമുക്ക് 2 അനുഷ്ഠാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സ്നാനവും കർത്താവിന്റെ മേശയുടെ ആചരണമായി തിരുവത്താഴവും. പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളത് വ്യക്തിഗത ജീവിതത്തിലെ ആരാധനയും ധ്യാനവും പ്രാർത്ഥന ശിക്ഷണം. അത് ഗ്രൂപ്പ് ചേർന്നോ ഒറ്റയ്ക്കോ. സഭയായിട്ടാണ് ആരാധിക്കുന്നതെങ്കിലും ആരാധന ഇൻഡിവിജ്വലാണ് ചെയ്യുന്നത്. നമ്മൾ സഭയായി കൂടി വരുന്നു. അത് അന്യോന്യമുള്ള ഫെലോഷിപ്പിനാണ്, അന്യോന്യമുള്ള കൂട്ടായ്മയ്ക്കാണ്. എന്നാൽ വർഷിപ്പ് എന്താണ്? ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. വ്യക്തിപരമായിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. കുറഞ്ഞ പക്ഷേ അത്രയും കൺസെപ്റ്റ് എങ്കിലും മനസ്സിലാകണം. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് ആരാധനയിലില്ല, സഭ കൂടി വന്നാൽ മാത്രമേ. ഇപ്പം ഈ കോവിഡ് കാലത്ത് വലിയ ഭയങ്കര സമരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്ത് ഒരുപാട് മെസ്സേജുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത ഒരു 2 ലൈവിൻ്റെ പ്രയോജനമാണ് ഈ സിംഗിൾ കപ്പ് മൾട്ടി കപ്പിലേക്ക് മാറാൻ കാരണമായി തീർന്നത്. അപ്പോൾ അത് നമ്മുടെ സഭകളിൽ 60% ആൾക്കാർ അത് സ്വീകരിച്ചു. അപ്പോൾ അത് പിന്നീട് ഞാൻ പറഞ്ഞോളാം. അപ്പോൾ ഇവിടെ ഈ വ്യക്തിഗതമായ ദൈവത്തെ ആരാധിക്കുന്ന ഇൻഡിവിജ്വലാണ്. പക്ഷേ സഭയിൽ വരുമ്പോൾ അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധുകൂടി അതെന്ത് ചെയ്യുന്നു? നമ്മൾ ചെയ്യുന്നു. ലെറ്റ് ദ ഹോൾ അസംബ്ലി വർഷിപ്പ് എന്നൊരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിരുമല എത്ര ഫാമിലി ഉണ്ട്? എത്ര ഉണ്ട് ജേസൺ ബ്രദറെ? 30 or 40 ഉണ്ടാവും. ഈ 40 ഫാമിലിയിലുള്ള 40 ഫാമിലിയിലെ മുഴുവൻ മെമ്പേഴ്സും വന്ന് ആരാധിക്കുന്ന ഒരു ആരാധന മിക്കവാറും ഞായറാഴ്ചയിൽ കാണില്ല. ഉണ്ടോ? ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയാവുന്ന മുഖപരിയുള്ള ചില ആൾക്കാരില്ല, എന്താ പറയുക, വ്യക്തിപരമായ ആവശ്യങ്ങൾ പോയതായിരിക്കാം. അപ്പോൾ ഇല്ല. അപ്പോൾ ഹോൾ കോൺഗ്രിഗേഷൻ ഗ്യാതറിംഗ് ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് ഇൻ എ പർട്ടിക്കുലർ ടൈം ടു വർഷിപ്പ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം എവിടെയും നടക്കുന്നില്ല. ഈ മൊത്തമുള്ള ആളുകളിൽ കുറേ ആൾക്കാർ, സൗകര്യപ്പെടുന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പോഴും ആരാധന ഇൻഡിവിജ്വലാണ്. പിന്നെ അടുത്തത് ഈ സൺഡേ വർഷിപ്പ്, ഞായറാഴ്ചയുള്ള ആരാധന. അത് എല്ലാ സഭകൾക്കും ഉണ്ട്, റോമൻ കാത്തലിക്സിന് വരെ ഉണ്ട്. പിന്നെ സിംബോളിസമായിട്ട് ഉപയോഗിക്കും. നമുക്ക് സിംബോളിസം ഒന്നുമില്ല. ആദിമ ക്രൈസ്തവർക്ക് സിംബോളിസം ഉണ്ടായിരുന്നു. 2 എണ്ണം അവർ ഉപയോഗിച്ചിരുന്ന. ഒന്ന് ഒരു മത്സ്യത്തിന്റെ അടയാളം. അത് 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ നീറോ തുടങ്ങി ഡയോക്ലീറ്റസ് വരെയുള്ള റോമൻ 10 ചക്രവർത്തിമാരുടെ കാലത്ത്, ക്രൈസ്തവ പീഡനകാലത്ത് ക്രിസ്ത്യാനികൾക്ക് കൂടി വരാനും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നിശ്ചയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വിശ്വാസികൾക്ക് പരസ്പരം ഇത് ക്രിസ്ത്യൻസ് ആണ് എന്നറിയാൻ വേണ്ടി അവര് ഉപയോഗിച്ചിരുന്ന ഒരു സിമ്പലാണ് എന്ത്? ഫിഷിന്റെ സിമ്പൽ, മത്സ്യത്തിന്റെ ചിഹ്നം. അത് അവർ ആദ്യ നാളിൽ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം കുരിശ് ഒരടയാളമായിട്ട് അവർ ഉപയോഗിച്ചു വന്നു. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് സിംബോളിസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇനിയുള്ള ശേഷമുള്ള 35 മിനിറ്റ് സമയം, അത്രയേ ഉള്ളൂ. ഇനി 35 മിനിറ്റ് സമയം വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിൽ വല്ല പാരമ്പര്യവും ഉണ്ടോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിൽ വല്ല പാരമ്പര്യവും ഉണ്ടോ? ഇത് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയങ്ങൾ യാഥാസ്ഥികരായിട്ടുള്ള വിശ്വാസികൾ, കൺസർവേറ്റീവ് വിശ്വാസികൾ ഇത് കേൾക്കുമ്പോൾ ഇതൊരു പക്ഷെങ്കിൽ പുതിയ ഉപദേശമാണെന്നോ നിലവിലുള്ളതിനെ സമൂല പരിവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണെന്നോ ഒരു പക്ഷെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. ഇത് കേൾക്കുക, കേട്ട ശേഷം നിങ്ങൾ പഠിക്കുക, പഠിച്ചിട്ട് മനസ്സാക്ഷിയുടെ പ്രമാണം അനുസരിച്ച് അത് പ്രായമാക്കുക. ഏതായാലും ഒരു കാര്യം പറയാം, നിലവിലുള്ള സമ്പ്രദായങ്ങൾക്ക് വളരെ പെട്ടെന്നൊരു മാറ്റം നമുക്ക് വരുത്താനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എതിരഭിപ്രായങ്ങളുള്ള ആളുകൾ സഭകൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പാസിഫൈ ചെയ്ത് സമാധാനമായി മുമ്പോട്ട് പോകുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ആരാധനയിലെ അതിപ്രധാന ഭാഗമാകുന്ന ഒന്നാം ഭാഗത്തിന് സാധാരണയായി യൂണിവേഴ്സലി നമ്മൾ അംഗീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതാണ് യൂണിവേഴ്സലി അംഗീകരിക്കുന്ന രീതി. ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും ബ്രദറൻ വർഷിപ്പിന് ഒരു രീതിയുണ്ട്. ആ രീതിയാ പാരമ്പര്യം എന്ന് പറയുന്നത്. കാര്യം അതായത് നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളായിരുന്നപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെല്ലുമ്പോൾ തിരശ്ശീലയ്ക്ക് അപ്പോൾ അകത്തു നിന്നുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ജനമെല്ലാം കൂടെ ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞാൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇവർ വർഷിപ്പിന്.
ആ പാറ്റേൺ എല്ലാ ഞായറാഴ്ചയും എല്ലാ മാർത്തോമ എല്ലാ യാക്കോബയ സഭകളിലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ ബിഷപ്പ് കൗൺസിൽ കൂടിയിട്ട് അവരുടെ അരമനയിൽ വെച്ച് ഇവരുടെ തക്സ ചേഞ്ച് ചെയ്യണം, ആരാധനാക്രമം ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടുന്ന് മെട്രോപൊളിറ്റൻ കൗൺസിൽ കൂടിയ ശേഷം അത് ചേഞ്ച് ചെയ്തിട്ട് ഇടവകൾ മേൽ അവരറിയിക്കും, തിരുമേനിയുടെ ഇടപെടുന്ന അറിയിക്കും. അപ്പോൾ മാത്രമാണ് അവർക്ക് അത് ചെയ്യാനുള്ള അവകാശം. അതുവരെ ഇതെങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ ട്രഡീഷൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വാഭാവികമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ആരാധനയിൽ നമ്മൾ കൂടി വരുമ്പോൾ സാധാരണയായി ഒരു ഓപ്പണിംഗ് പ്രെയർ, ഇത് കഴിഞ്ഞാൽ 2 പാട്ട് അല്ലെങ്കിൽ 3 പാട്ട്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കീർത്തന വായന. അത് ദൈവകൃപയാൽ ഇന്നിവിടെ ഞാൻ കണ്ടില്ല. കാരണം പിന്നെ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇത് വായിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രയാസമുണ്ട്. അപ്പം അത് സങ്കീർത്തനം എന്തുകൊണ്ട് വായിച്ചില്ല എന്നുള്ള ക്വസ്റ്റ്യൻ അറിയാവോ? അപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുണ്ടായ ഒരു സമയം ഞങ്ങളുടെ സഭയിലേക്ക് ഉണ്ടായി. കാരണം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു പോയത്. നമ്മൾ വായിക്കുന്ന ഈ 150 സങ്കീർത്തനമേ അല്ല ആദിമ സഭകളിൽ സഭ കൂടിയുമ്പോൾ ഉണ്ടായിരുന്ന വിഷയങ്ങൾ. അവിടെ വന്ന നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുവന് സങ്കീർത്തനം, ഒരുത്തനെ പ്രവചനം, ഒരുത്തനെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനം, മറ്റൊരുത്തനെ വിവിധ ഭാഷകൾ, വേറൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം അപ്പോൾ ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ അവർ സഭ കൂടി വരുമ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു സങ്കീർത്തനം ലഭിക്കുക. പണ്ട് ഈ കാതിക വിഭാഗത്തിൽ നിന്ന് YSK സാറിനൊക്കെ അറിയാം, സാർ അത് എഴുതിയിട്ടുണ്ട്. കാതിക വിഭാഗത്തിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടു നമ്മുടെ സഭയിൽ വന്ന് ആ പുള്ളി കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ആരാധനയ്ക്കുള്ള ചിന്ത പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രചോദനം കിട്ടിയ ഒരു ചിന്ത പറയണം. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, ഞാൻ ഇന്ന് കുമാരനാശാന്റെ വീണപൂവ് എന്ന കാവ്യത്തിൽ നിന്ന് ഒരു ഭാഗം ചൊല്ലിയാണ് കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടിയുള്ള ചിന്ത പറയാൻ ആഗ്രഹിക്കുന്നത്. ആ പുഷ്പമേ അതിതൂങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കെ നീ എന്ന് അദ്ദേഹം ചൊല്ലിയ ശേഷം ഈ പുഷ്പം ഒരു ദിവസം മനോഹരമായി ആ പുഷ്പത്തിൻ്റെ ചെടിയിൽ നിന്നാണ്. എന്നാൽ സൂര്യാഘാതമേറ്റ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദയനീയമായ നിലയിൽ അത് തളർന്ന് അവശയായി ഇപ്പോൾ താഴെ വീണു. ഒരിക്കൽ ഈ തണ്ടിൽ ശോഭിച്ചിരുന്ന ഈ പുഷ്പം എന്നിട്ട് കൊണ്ട് കണക്ട് ചെയ്തറിയാവും, കർത്താവ് സ്വർഗത്തിൽ മഹിമയിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനായിരുന്നു. എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി താണ ഭൂമിയിലേക്ക് വന്നു എന്ന് പറയും. അപ്പം കാര്യം അദ്ദേഹത്തിന് വശമായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അതാണ്, മനസ്സിലായോ? ആ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഈ ക്രിസ്തുവിനെ എമർജ് ചെയ്യാനാണ് ദൈവം ശ്രമിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധജടിതമായ ഒരുപാട് സമീപനങ്ങൾ വരും. ഇത് SK സർ അദ്ദേഹത്തിൻ്റെ സഭാസത്തിന് പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത് സങ്കീർത്തനം കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ 3-4 പേര് എന്ത് ചെയ്യുന്നു? ആരാധനയ്ക്ക് പ്രബോധനം പറയുന്നു. പിന്നെ ആൾ അപ്പത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അപ്പം മുറിക്കുന്നു, പാനപാത്രം എടുത്ത് കൊടുക്കുന്നു, പിന്നെ വചനം സൂക്ഷിക്കുന്നു. ഈ സഭ ഉണ്ടായ കാലം മുതൽ നമ്മുടെ സിസ്റ്റം ഇതാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഓർഡർ അടുത്ത ഞായറാഴ്ച നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാം എന്നാലും തീരുമാനിച്ചിട്ട് ഇത് റിവേഴ്സ് ചെയ്താൽ ഇവിടെ നിശ്ചയമായും പ്രയാസം ഉണ്ടാകും. അറിയാവും. അപ്പം അത് ചോദ്യം ചെയ്യപ്പെടും, ആരാണ് ഇത് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരം തന്നത്? അതിനുള്ള ബേസ് എന്താണ്? അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ഓർഡർ ഇല്ലെന്നുള്ള വിഷയം. കാര്യം ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ചാണ് വർഷിപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ ലീഡ് ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. പക്ഷേ നമുക്ക് എപ്പിസ്കോപ്പൽ സഭകൾക്കൊരു സെറ്റിൽഡ് ആയിട്ടുള്ള തക്സ രീതി ഉള്ളതുപോലെ കാലക്രമത്തിൽ നമുക്ക് എന്തുണ്ടായി? ഒരു രീതി ഉണ്ടായി. ഈ ആദ്യം പാടുന്ന ഈ ഓപ്പണിംഗ് പ്രയർ എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യാതെ ഒരു പാട്ട് പാടി വെച്ച് പ്രാർത്ഥിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാകുകയില്ല. ഇനി അത് തന്നെയല്ല, കുന്നംകുളം സൈഡിലേക്ക്, തൃശ്ശൂർ കുന്നംകുളം സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യ ടൈം നമ്മുടെ ഈ ബ്രേക്കിംഗ് ഓഫ് വചനസൂക്ഷിയാണ്. അതോടെ പല ആൾക്കാർ ഔട്ട്സൈഡേഴ്സ് വരും. നാഗൽഹോളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യം പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, വചനസൂക്ഷ ചെയ്യുക. വചനസൂക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാരങ്ങ് പോകും. ബാക്കി സഭ ഒഴിഞ്ഞുകൊണ്ട് 2ാം ഭാഗം കർത്താവിൻ്റെ മേശയുടെ ആചരണം ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ വടക്കൻ ഭാഗത്ത് അങ്ങനെയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമില്ല. അപ്പം നമ്മൾ ഒരു സെറ്റിൽഡ് പാറ്റേൺ വെച്ചിട്ട് ഇങ്ങനെ ആകാവൂ എന്നൊരു നിബന്ധന വയ്ക്കുമ്പോൾ അതെന്തായി മാറും? അതൊരു പാരമ്പര്യമായിട്ട് മാറും. എന്നാൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരാൾക്ക് ആത്മപ്രേരിതമായി ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് യാതൊരു വിധമാക്കുന്നത് ഒരു സെറ്റിൽഡ് പാറ്റേണും ദൈവം നൽകിയിട്ടില്ല. പ്രവൃത്തിയുള്ള പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്ന ഏക പാറ്റേൺ അവർ ആഴ്ചതോറും കൂടി വരികയും അന്യോന്യം പ്രബോധിപ്പിക്കുകയും കൂട്ടായ്മയായിരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിയുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തു പോകുന്നു. ഇതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അതൊരു ഉദാഹരണമായി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ആരാധനയുടെ 1ാം ഭാഗത്തെ സംബന്ധിച്ച് എമേർജ് ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. എന്നാൽ പാരമ്പര്യമാണെന്ന് ആരും സമ്മതിക്കുകയില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയും നമ്മുടെ പിതാക്കന്മാരുടെ കാലം പോലെ നമ്മൾ അങ്ങനെ ചെയ്യാതെ പറയും. അപ്പോൾ യഹൂദന്മാരുടെ അവകാശം എന്തായിരുന്നു? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലും യെരുശലേമിലുമാണ് ശമരിയക്കാരി അങ്ങനെ ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലും യെരുശലേമിലുമാണ് ആരാധിച്ചത്. അപ്പോൾ അവർക്കൊരു പാരമ്പര്യമുണ്ട്.
ശമരിയർക്കൊരു പാരമ്പര്യമുണ്ട്, യഹൂദന്മാർക്ക് ഒരു പാരമ്പര്യമുണ്ട്, ഇന്ത്യൻ ക്രിസ്ത്യൻസിന് ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ ഈ പാരമ്പര്യമെല്ലാം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അത് പ്യൂരിഫൈ ചെയ്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി നമ്മളൊരു സെറ്റിൽഡ് പാറ്റേൺ സ്വീകരിക്കുന്നു. ഒന്നാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഒരിക്കലും ഒരു സെറ്റിൽഡ് പാറ്റേൺ ഇല്ല. ഇപ്പോൾ യഹൂദന്മാർക്കൊരു പാറ്റേൺ വർഷിപ്പിന് വേണ്ടി ദൈവം കൊടുത്തു, അത് കർത്താവിൻ്റെ ക്രൂശീകരണത്തോടെ ആ സംവിധാനം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം വ്യക്തികൾ സ്വാതന്ത്ര്യമായി ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ആരാധന രീതിയാണ് പുതിയ മുതലേ ആരാധന രീതി. അതിന് നമ്മൾ വയ്ക്കുന്ന യാതൊരു പാറ്റേണും വാസ്തവത്തിൽ നിയമാനുസൃതമായ പുതിയ മതത്തിൻ്റെ കൽപ്പനയല്ല. അത് നമ്മൾ മാനുഷികമായി ഉണ്ടാക്കിയ സമ്പ്രദായങ്ങളാണ്. മാനുഷികമായി ഉണ്ടാക്കിയ സമ്പ്രദായങ്ങൾക്ക് നീതീകരണം പറയാൻ നമുക്ക് സാധിക്കുമായിരിക്കും ഒരു പക്ഷേങ്കിൽ സമയം. ഇപ്പോൾ 2 മണിക്കൂർ നമ്മുടെ ആരാധന സമയം. ഇപ്പോൾ ഈ 2 മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് നമ്മളൊരു ക്രമീകരണം ഉള്ളതെന്ന് പറയുന്നു. അത് പാരമ്പര്യമാണ്. രണ്ടാമത്, ഈ പ്രദേശങ്ങളിലുള്ളതിരിക്കാനും ഞങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ സംയുക്ത യോഗം എന്നൊരു യോഗമുണ്ട്. എന്നാൽ നമ്മൾ 4-5 സഭകൾ ഒന്നിച്ച് കൊടുക്കുക, എന്നിട്ട് 3 മാസം കൊണ്ടിരിക്കുമ്പോൾ സംയുക്തമായി ആരാധിക്കുക. അപ്പോൾ സംയുക്തമായി ആരാധിക്കുമ്പോൾ അവരൊരു ചെറിയ സംവിധാനം പറയാറുണ്ട്. അതെനിക്ക് വളരെ രസകരമായി തോന്നി. നമുക്ക് എല്ലാവർക്കും ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് ആരൊക്കെ ചിന്ത പറയണം, ആരൊക്കെ സ്തോത്രം ചെയ്യണം എന്നൊരു ധാരണ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ധാരണ ആരാ കൊടുത്തേ? മനുഷ്യർ. അപ്പോൾ അതിന് ആ സമ്പ്രദായം എന്ന് പറയുന്നത് ട്രഡീഷൻ. അതിന് വേദോസ്വതി ആധാരമില്ല, ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് ചിന്ത നൽകുന്ന ആളുകൾ, കാര്യം പ്രവാചകന്മാരുടെ ആത്മാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾക്കൊരു ചിന്ത പറയണമെന്ന് തോന്നി, വേറെ ആൾ ഒരു ചിന്തയ്ക്കായി എഴുന്നേറ്റാൽ ഈ ആളെന്ത് ചെയ്യണം? ആ ആളിന് കീഴ്പ്പെട്ട് ഇരിക്കണം. അതിനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മൾ സ്വീകരിച്ചിരുന്ന ഒരു പാരമ്പര്യമാണ്. കൂടുതൽ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാര്യം വലിയ പരിക്ക് പറ്റാതിരിക്കാനാണ് വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അല്പം സൂക്ഷിക്കണ്ടേ. അതുകൊണ്ട് അല്ലെ പിന്നെ മോഹനും മോളി കൂടെ പറഞ്ഞ പോലെ ഞാൻ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് രണ്ടാം ഭാഗം, അപ്പം നുറുക്കൽ, നമ്മുടെ കർത്തൃമേശയുടെ ആചരണം. ഞാൻ ദേശീയവും അന്തർദേശീയവുമായി യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇംപ്രഷൻ, മോസ്റ്റ് ഓഫ് ദി ബ്രദറൻ ദേ അണ്ടർസ്റ്റാൻഡ് ദി ഒബ്സർവേഷൻ ഓഫ് ദ ലോർഡ്സ് ടേബിൾ ഈസ് വർഷിപ്പ്. അതായത് കർത്താവിൻ്റെ മേശയുടെ ആചരണമാണ് എന്ത്? ആരാധന. ഇത് ശരിയാണ് സ്ഥാപിക്കാൻ ഞാൻ വിഷയം പറയാം. ഒരു 4-5 പേര് എഴുന്നേറ്റ് ഓരോരുത്തരും ഓരോ ചിന്ത പറയും. ഇവർ ആ ചിന്ത അവസാനിപ്പിക്കുമ്പോൾ ലെറ്റ് us fall down and worship God എന്നാണ് പറയും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീണ് കർത്താവിനെ ആരാധിക്കാം. or let us dedicate ourselves to meditate upon the agony of Christ എന്ന് പറയും. ഇത് കഴിഞ്ഞാൽ ഉടനെ ഒരാൾ എഴുന്നേറ്റ് അപ്പം സ്തോത്രം ചെയ്യുക. പിന്നെ where is the time that we have used for? എന്നാൽ മറ്റ് പല സ്ഥലങ്ങളെക്കാളും ഇന്ന് നിങ്ങളുടെ സംവിധാനം സന്തോഷം തോന്നി. കാര്യം നിങ്ങൾ ആദ്യം ഏറെ പേർ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വർഷിപ്പ് കോറസസ് ഒക്കെ പാടുകയും ചെയ്തു. ദാറ്റ് ഈസ് വർഷിപ്പ്. അത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുക. കർത്താവിൻ്റെ മേശയുടെ ആചരണം അല്ല വർഷിപ്പ്. അത് ആരാധനാ സമയത്ത് കർത്താവിൻ്റെ അഗണിയെ ഓർക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഒരു കമോമറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൽ തന്നെ എന്തല്ല? വർഷിപ്പ് അല്ല. അത് അതിൽ തന്നെ വർഷിപ്പല്ല. അപ്പോൾ ഇതിനകത്ത് ഇത് സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട ട്രഡീഷൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന്, ഈ അപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം, ഇവിടെ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു, കാര്യം നിങ്ങൾ പല കപ്പാണല്ലോ. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ എന്നെ വിപരീത ഉപദേശകൻ വരെ തുടർച്ചയായിട്ട് ഇട്ടിട്ട് ഞാൻ ബ്രദറൻ സഭയെ മൊത്തമായി ഓർത്തഡോക്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഡ്രൈവ് ചെയ്യാണെന്നൊക്കെ എനിക്കെതിരായിട്ട് എഴുതി. ഞാൻ അങ്ങനെ ഒരു കാര്യമേ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഒന്നാണ്. ഈ അപ്പം ഒന്നാണെന്ന് പറയുന്നത് സൂചകമാണ്, സിംബോളിക്കാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാം എല്ലാവരും ഒരു ശരീരമാണെന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാണ്. 2, അതിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമുക്കുള്ള കൂട്ടായ്മയാണ് അത് നമ്മെ ഓർപ്പിക്കുന്നത്. അത് ലൂക്കോസ് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത് പൗലോസ് പറയുമ്പോൾ നാം നുറുക്കുന്ന അപ്പം. അവിടെ ആരാ നുറുക്കുന്നത്? നാമാണ്. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഒരനുഷ്ഠാനം ചെയ്യുന്നുണ്ട്. അത് അതിനുവേണ്ടി നിയോഗിച്ച ഏതെങ്കിലും സഹോദരന് അത് മുറിച്ചു കൊടുക്കുന്നു. അത് തെറ്റാണെന്ന് ചോദിച്ചാൽ അതിനും വാസ്തവത്തിൽ വേദവസ്തുതി ആധാരമില്ല. ആധാരം എവിടെ നിന്ന് അറിയാവും? യോഹന്നാൻ 13 അവൻ സെഹിയോൻ മാളിമുറിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അറസ്റ്റിന് മുമ്പ് പെസഹ ആചരണത്തിനായി ഒരുക്കി
ശിഷ്യന്മാരുമായി അവിടെ വരുമ്പോൾ യേശു എന്ത് ചെയ്തു? യേശു അപ്പം എടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇത് ആരുടെ ആചരണമായിരുന്നു അറിയാമോ? നിങ്ങൾ പറ. യഹൂദന്മാരുടെ പെസഹയുടെ ആചരണം. ഇനി അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈഡർഷെയിം എന്ന് പറയുന്ന പ്രശസ്തനായിരുന്ന ഒരു യഹൂദ റബ്ബായുണ്ട്. വലിയ പണ്ഡിതനാണ്, ന്യായപ്രമാണ പണ്ഡിതനാണ്. അത് എഴുതിയിട്ടുള്ള ദ ടെമ്പിൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം അദ്ദേഹം തന്നെ എഴുതിയിട്ടാണ് ദ ജൂവിഷ് മാനേഴ്സ് ആൻഡ് കസ്റ്റംസ്. ഇതെല്ലാം അതേ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഈ പുസ്തകങ്ങൾ വായിച്ചാൽ നന്നായിട്ട് മനസ്സിലാകും. യഹൂദന്മാരുടെ എല്ലാ ഭക്ഷണമേശയിലും അവർ ആഹാരം കഴിയുമ്പോൾ ഈ വൈകിട്ടത്തെ അത്താഴം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അത്താഴത്തിന് അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ച് അവർ ടേബിളിന് ചുറ്റിയിരിക്കും. അപ്പൻ ആദ്യം ഒരപ്പം എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് മുറിച്ച് എന്ത് ചെയ്യും? അവർ കൊടുക്കും. ഇതേ പാർട്ടിയാണ് ആ കർത്താവ് ഈ കർത്താവിൻ്റെ മേശയുടെ ആചരണത്തിലും ചെയ്തത്. അത് ചെയ്ത ശേഷം എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? തിന്നുവീൻ അല്ലെങ്കിൽ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അത് കർത്താവ് കാണിച്ചെന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപനമാണ്. എന്നാൽ ആ സ്ഥാപനത്തിന്റെ ഉപദേശം നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലല്ല. അതെവിടെയാണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലാണ്. അവിടെ പറയുമ്പോൾ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം എന്ത് ചെയ്യാം? നാം നുറുക്കുന്നു. അതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുന്നു? നുറുക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിയാണ് നമ്മൾ ഇതുവരെയും ചെയ്യുന്നില്ല. ഒരു സഭയിൽ മാത്രം ഞാൻ കഴിഞ്ഞിടയ്ക്ക് പോയപ്പോൾ ഈ ബണ്ണ് അങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ചിട്ട് ഓരോരുത്തർക്കും പാസ് ചെയ്യുന്നു, ഓരോരുത്തരും മുറിച്ച് എന്ത് ചെയ്യുന്നു? ഭക്ഷിക്കുന്നു. അവിടെ ആരും മുറിച്ചു കൊടുത്തില്ല. അത് ഞാൻ കണ്ടു. അതെനിക്ക് അല്പം കൂടെ ഒരു വ്യത്യസ്തമായ നിലപാടായിട്ട് തോന്നി. അപ്പം ഞാൻ ചിന്തിച്ചത് ഞങ്ങളുടെ ഉടങ്ങാൻ വരുന്ന പ്രശ്നം ഉണ്ടായിനി. കാര്യം മുറിക്കേണ്ട ഒരാൾ അപ്പം ഇങ്ങനെ മുറിച്ച് അപ്പം നാമാണ് നുറുക്കുന്നത്. അതല്ലാതെ ഒരാൾ രണ്ട് ഒരു കാർമ്മികൻ അതിനുവേണ്ടി ഇത് മുറിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിതനാകണം എന്നൊരു ഉപദേശം പുതിയ നിയമത്തിൽ എവിടെയും പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഏത് ആളുകൾ പറഞ്ഞു തന്നാലും അംഗീകരിക്കാൻ മനസ്സുള്ള മനുഷ്യനാണ് ഏത് ഉപദേശ വിഷയവും. അപ്പോൾ അങ്ങനെയില്ല, നാം നുറുക്കുക. ഇനി രണ്ടാമത്തത് പാനപാത്രം. പാനപാത്രത്തെക്കുറിച്ചായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം പാനപാത്രമാണ്. അതിൽ സിംഗിൾ കപ്പ് വാദികളും മൾട്ടിപ്പിൾ കപ്പ് വാദികളും രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായത്. ഇത് രൂക്ഷമായി വന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. കോവിഡ് വന്നപ്പം പലർക്കും ഈ കോവിഡ് വൈറസ് സാധാരണ നിലയിൽ ഇങ്ങനെ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പല ആളുകൾ ഇങ്ങനെ വിമർശപ്പെട്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം ഒരു പക്ഷേ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ശരിയാണെന്ന് എനിക്കറിയാൻ വയ്യ, സ്പർജൻ സാർ എന്നെ വേണേൽ തിരുത്താം. ഇപ്പോൾ എന്നോടൊരാൾ പറഞ്ഞതാണ്, എൻ്റെ ഫാമിലി ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, അദ്ദേഹം റിട്ടയർമെൻ്റായി മരിച്ചും പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില പ്രധാനപ്പെട്ട കേസുകൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനമുള്ള കേസുകൾ വരുമ്പോൾ ആ കേസിൻ്റെ അന്വേഷണ ചുമതല ഒരു പോലീസുകാരനെ ഏൽപ്പിക്കും. അത് ശരിയാണെന്ന് എനിക്കറിയാം. എന്നോട് അദ്ദേഹം പറഞ്ഞ കാര്യം അത് ഈ പെൻഷനാകാൻ അധികം മാസം ഇല്ലാത്ത ഒരാളെ പെൻഷനായി റിട്ടയർമെൻറ്റിന് വേണ്ടി അധികം കാലമില്ലാത്ത ആളിന് അദ്ദേഹത്തെ നേർച്ച കോഴി എന്നാണ് അറിയപ്പെടുന്നത്. അറിയാമോ? അപ്പോൾ ഇത് അന്വേഷിച്ച് ഈ കേസ് വരുമ്പോൾ കേസെല്ലാം അന്വേഷിച്ച് CD ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ആളും ചെയ്യും. ആളങ്ങ് റിസിഗ്നേഷൻ ചെയ്തപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അടുത്ത അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്ന ഓഫീസർക്കാണ് ഇതിൻ്റെ ബാക്കി ഫയൽ കൈകാര്യം ചെയ്യേണ്ട നിബന്ധന വരുന്നത്. കാര്യം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്വാധീനമുള്ള കേസുകളാണ്. അല്ലാത്തതിനൊന്നും പ്രശ്നമില്ല, അല്ലാത്തൊക്കെ കൈകാര്യം ചെയ്യാം. അപ്പം ഇങ്ങനെ നേർച്ചക്കോഴിയെ കണ്ടെത്തും. അപ്പോൾ ഇതുപോലെ ഉപദേശ വിഷയങ്ങൾക്കും നമ്മുടെ പഠിപ്പിക്കാൻ പ്രാപ്തരായ പല ആളുകളും ഇങ്ങനെ കാര്യങ്ങൾ പറയാറില്ല. അതിന് നേർച്ചക്കോഴികളായി എന്നെ പോലെയുള്ള ഏതെങ്കിലും 1-2 ആളുകൾ എന്ത് ചെയ്യും, വന്നിട്ട് ഇത് പറയും. കാര്യം നമുക്കധികം വേദികളില്ലാത്തതുകൊണ്ട് പറയാമല്ലോ. അപ്പോൾ ഇത് നേരെ പറയാം. അപ്പോൾ ഇവിടെ ഈ സിംഗിൾ കപ്പ് വിവാദം വന്നു. അപ്പോൾ പറയുമോ, കർത്താവ് ഈ പാനപാത്രം ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ വായിക്കണം. 3 സുവിശേഷം എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ എടുത്തപ്പോൾ അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഇത് അനേകരുടെ പാപം കൊണ്ട് മോചനത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എൻ്റെ രക്തം, ഞാൻ വരുമ്പോൾ ഇതെന്ന് കുടിപ്പീൻ. അത് ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, ഒരു ചരിത്രകാരനുമായിരുന്നു. ലൂക്കോസ് ഒരു ഡോക്ടറുമാണ്. അതേസമയത്ത് ആരാണ്? ചരിത്രകാരൻ. മറ്റു സുവിശേഷന്മാർ പറയാത്ത കാര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. ഈ പടയാളിയിൽ ഒരുവൻ യേശു മരിച്ചു കഴിഞ്ഞെന്ന് അറിയാൻ വേണ്ടി കുന്തം കൊണ്ട് യേശുവിൻ്റെ മാൽ കുത്തി. അപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നു എന്നാണ് എഴുതുന്നത്. അപ്പോൾ ആ ഭാഗം ലൂക്കോസ് വളരെ വ്യക്തമായി ഗ്രീക്കിൽ എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ അത് സ്പഷ്ടമല്ല. അതെന്നറിയാമോ? ബ്ലഡ് മിങ്കിൾഡ് വിത്ത് സ്റ്റെയിൻസ് വാട്ടർ ഊസ്ഡ് ഔട്ട് ഓഫ് ഹിസ് ബ്രസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് പെറികാർഡിയം എന്ന് പറയുന്ന ഒരു ചർമ്മസഞ്ചിയിലാണ്. അതിനകത്ത് 2 to 3 ounce കളർലെസ് സെക്രീഷൻ ഉണ്ട്. ഈ സെക്രീഷനാണ് ഹാർട്ടിൻ്റെ പാൽപിറ്റേഷൻ അതിനെ നിയന്ത്രിക്കുന്നത്. അതങ്ങ് ഇഞ്ചക്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് ആ വലിയ പ്രശ്നമായി തീരും. ബ്രെയിനിലും ഉണ്ടൊരു ഫ്ലൂയിഡ് അങ്ങനെ. അപ്പം ഇവിടെ ഈ ചർമ്മസഞ്ചിയിൽ കിടക്കുന്ന ഈ ശ്ലേഷ്മ വസ്തുവിലാണ് ഹാർട്ട് കിടക്കുന്നതും അത് പമ്പ് ചെയ്യുന്നതും. അതിൻ്റെ ഓപ്പറേഷൻ വേണ്ടി ദൈവം ചെയ്തതാണ്. അപ്പോൾ സ്പിയർ എഡ്ജ് എന്ന് ഈ ഹാർട്ടിനെ ടച്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചു? ഈ പെറികാർഡിയം ബ്രേക്കായി. പെറികാർഡിയം ബ്രേക്കായിട്ട് ആ കുന്തമോന ഹാർട്ടിലേക്ക് ചെന്നപ്പോൾ ഹാർട്ടിലുണ്ടായിരുന്ന ബ്ലഡ് പെറികാർഡിയത്തിലുണ്ടായിരുന്ന ഈ സെക്രീഷനിലേക്ക് മിക്സ് ചെയ്തിട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ബ്ലഡും ഈ സെക്രീഷനും കൂടെ മിക്സ് ചെയ്താണ് പുറത്തേക്ക് രക്തവും വെള്ളവും പുറത്തു വന്നത്. അപ്പോൾ അത് എഴുതാൻ കാര്യം വെച്ചാൽ ഈ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മെഡിക്കൽ ടെർമിനോളജിയിൽ അത് പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കാൻ എഴുതിയിരിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായിരുന്നു. പുള്ളി അത് അങ്ങനെ എഴുതിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ മത്തായി ചുങ്കക്കാരനായിരുന്നു. പുള്ളിയും എഴുതിപ്പോൾ ഈ സംഭവം എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ ടെർമിനോളജി എഴുതിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ദൈവം ഓരോരുത്തരെയും കൊണ്ട് ഓരോന്ന് എഴുതിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പാനപാത്രം എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കണ്ടെയ്ൻ ചെയ്യുന്ന കപ്പ് എടുത്തു എന്നല്ല, അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന വീഞ്ഞെന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഡിവൈഡ് ഇറ്റ് യുവേഡ് സെൽസ് ബിറ്റ്വീൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ഇറ്റ് ബിറ്റ്വീൻ യുവേഡ് സെൽസ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? സിസ്റ്ററെ പറഞ്ഞോട്ടെ. ഡിവൈഡ് ഇറ്റ് ബിറ്റ്വീൻ. ഞാനൊരു ഓറഞ്ച് നിങ്ങൾക്ക് തന്നു, അതിന് 12 ഇതളുകളുണ്ട്. ഞാൻ അതിൽ പൊട്ടിച്ച ശേഷം ഒരു ഇതൾ ഞാൻ എടുത്ത ശേഷം ബാക്കി 11 അത് നിങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, യു ഡിവൈഡ് ഇറ്റ് 6 ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ നിങ്ങളെല്ലാവരും ഓരോ ഇതൾ കടിച്ച് പറിച്ച് തിന്നേച്ചാൽ അതിൻ്റെ അംശം ഒരാൾ അല്പം കടിച്ചു, അടുത്ത ആൾ അങ്ങനെ കൊടുക്കും എന്നാ പറഞ്ഞേ? അല്ല, ഒരാൾ ഒരു ലീഫ് എടുത്തു, അടുത്ത ആളിന് എന്ത് ചെയ്തു? അടുത്ത ലീഫ് കൊടുത്തു. പറഞ്ഞാൽ ഇത് നിങ്ങൾ പകർന്ന് കുടിപ്പിൽ നിന്ന് നിങ്ങൾ പകർന്ന് കുടിപ്പിക്കുന്നതിന് ശരിയായ തർജ്ജമ. ഇത് മനസ്സിലാക്കാൻ യഹൂദന്മാരുടെ ഭക്ഷണപാനീയ നിയമങ്ങളനുസരിച്ച് ദി മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് റിട്ടൺ ബൈ ജോൺ ഹെഡിങ്, അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശരീരശുദ്ധിയുടെ നിയമങ്ങൾ പാലിക്കുന്ന റിലീജിയനാണ് യഹൂദന്മാർ. അവരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും കിടക്കയ്ക്കും പാർപ്പിടത്തിനും എല്ലാത്തിനും ശുദ്ധാശുദ്ധ നിയമങ്ങളുണ്ട്. സ്വന്തം അപ്പനും അമ്മയും കുടിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യില്ല, ഈ മക്കൾ കുടിക്കാൻ നിർബന്ധിക്കില്ല. അങ്ങനെ എനിക്ക് 2 പെമ്പിള്ളേർ. അതിൻ്റെ ഇളയ മോള് അവിടെ ബെഡിൽ ആരും കിടക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവൾ കുടിക്കുന്ന കപ്പ് എടുക്കുന്നത് ഞങ്ങളെടുത്താലും ഇഷ്ടമല്ല, പിന്നെ അവൾ ആ കപ്പ് കുടിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അതൊക്കെ തെറ്റാണ്, പക്ഷേ അങ്ങനെ അവൾ ഡിസിപ്ലിൻ ചെയ്യില്ല. അപ്പോൾ ഒരു സെപ്പറേറ്റ് സ്വഭാവം. യഹൂദന്മാർ അങ്ങനെയാണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും അവരുടെ ഫാമിലി ടേബിളിൽ സെപ്പറേറ്റ് കപ്പ് കാണും. നടുക്ക് ഒരു പാത്രം കാണും, അതിലാണ് പാനീയം വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഓരോരുത്തരും അവരവർക്കുള്ളത് എന്ത് ചെയ്യും? ഒഴിച്ചിട്ട് കുടിക്കും. ഈ സെയിം പാറ്റേണാണ് കർത്താവ് അനുഷ്ഠിക്കുന്നത്. എവിടെയെങ്കിലും കർത്താവ് ഒരു കപ്പെടുത്ത ശേഷം നിങ്ങളെല്ലാം നിന്ന് മൊത്തിക്കൊടുപ്പീൻ എന്ന് എഴുതിയായിട്ട് വായിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല. എന്നാൽ ഈ മൊത്തിക്കുടിക്കൽ വന്ന എങ്ങനെയെന്ന് ഞാൻ പറയാം, അതൊരു പാരമ്പര്യമാണ്. നമ്മുടെ ഇവിടെയിൽ വന്ന സാഹിബ്മാർ, ആദ്യം വന്ന സാഹിബ്മാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു നോയൽ സാഹിബ്, നാഗൽ സാഹിബ്, പിന്നെ ചർച്ച് വേഡ്. ഇവരെല്ലാം നമ്മുടെ ശുശ്രൂഷ ചെയ്ത ആൾക്കാരാണ്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നാനാത്വമുള്ള പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സഭാ കൂട്ടായ്മയിലേക്ക് വന്നവരാകിയാൽ ഒരു കുടുംബത്തിൻ്റെ അംഗം എന്ന നിലയിൽ നമ്മൾ തമ്മിലുള്ള മ്യൂച്വൽ ഫെലോഷിപ്പ് എല്ലാ അതിർവരമ്പുകളും മാറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെലോഷിപ്പ് ചെയ്യുന്നു എന്നൊരു അടയാളമായി ഒരു കപ്പിൽ നിന്ന് ഇവർ പാനം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ ആരംഭം. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 1901 കുമ്മനാട് കുറ്റിയിൽ മത്താച്ചൻ്റെ വീട്ടിൽ വെച്ചാണ് 3 പേരടങ്ങിയ സംഘം ഈ പഠന പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ആരാധന തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യകാല ചരിത്രം വായിച്ചാൽ മതി. അങ്ങനെ അവർ കുടിച്ചു തുടങ്ങി. പിന്നെ മറ്റൊരു പ്രശ്നമുണ്ട്, അന്നത്തെ കാലത്ത് ഈ മൾട്ടിപ്പിൾ കപ്പും ഇല്ല. കാര്യം കപ്പിനൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ. അത് ഇപ്പോഴല്ലേ ഇതൊക്കെ ഇഷ്ടം പോലെ വന്നത്. അപ്പം ഈ വീഞ്ഞിനെയാണ് കർത്താവ് എടുത്തിട്ട് സ്തോത്രം ചെയ്യുന്നത്. വീഞ്ഞ് കണ്ടെയ്ൻ ചെയ്യുന്ന കപ്പിനൊരു പ്രാധാന്യവും ഇല്ല. അപ്പോൾ വീഞ്ഞ് കണ്ടെയ്ൻ ചെയ്ത് കണ്ടെയ്നർക്കല്ല, കണ്ടന്റിനാണ് പ്രാധാന്യത. അപ്പം നമ്മൾ സാധാരണ ഇവിടെ വടംവലി വരുന്നത് എന്തിനാണെന്നറിയാമോ? ഒറ്റ കപ്പയാകാവൂ. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ കൺവെൻഷന്, കുമ്മനാട് കൺവെൻഷൻ, കോട്ടയം കൺവെൻഷൻ, ഈ കൺവെൻഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 60 കപ്പുകൾ ഈ മേശയുടെ അടിയിൽ ഇങ്ങനെ അടി വെച്ചിട്ടുണ്ട്. 60 കപ്പ്.
പിന്നെ വലിയ ബക്കറ്റിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പം 60 കപ്പുകളിലാണ് കൊടുക്കുന്നത്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ എത്ര കപ്പായി? 60ആയി. ഇനി വേറൊരു വിഷയം, ഒരു കപ്പിൽ നിന്ന് തന്നെ കുടിക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ നമ്മുടെ ഈ തിരുവത്താഴ് സിസ്റ്റേഴ്സിനും പിന്നെ പുരുഷന്മാർക്കും കൊണ്ട് 2 ഗ്ലാസ്സിനകത്ത് പകർന്നു കൊടുക്കും, അല്ലേ? അപ്പം തന്നെ നിയമം ലംഘിച്ചില്ലേ? ഇല്ലയോ? അപ്പം ഒരു ഹോണിക്കൊന്ന് കുടിച്ച് എല്ലാവരും ഒരു ഗ്ലാസ്സിൽ തന്നെ കുടിക്കണം. ഹൈജീനിക്കിൽ പോലും ഇത് കോവിഡ് കാലത്ത് ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്ത് തരും. അതിന് നമ്മളാരോടും പറയാൻ പോകാവുന്നതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാകും. കാര്യം അതൊക്കെ പ്രശ്നമാണ്. പിന്നെ ഓരോ ന്യായങ്ങൾ ഇന്ന് വരെ ഇത് കുടിച്ച് ആർക്കും രോഗം വന്നിട്ടില്ല എന്നാര് പറഞ്ഞു? ഒരിക്കൽ ജോണ്ടീസ് ഉണ്ടായിരുന്ന ഒരുത്തൻ്റെ കപ്പിൽ നിന്ന് ഞാൻ കുടിച്ചു, എനിക്ക് ജോണ്ടീസ് പിടിച്ചു. അപ്പോൾ കാര്യം ഞാൻ കുടിച്ചതാണ്. അപ്പം അദ്ദേഹത്തിന് ജോണ്ടീസ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞില്ല. തൊട്ടടുത്തിരുന്ന് ഞാനത് വാങ്ങിച്ചു കുടിച്ചു, ഞാൻ ആഴ്ച ജോണ്ടീസ് ഉള്ളവനായി മാറി. അപ്പോൾ കാരണം വെച്ചാൽ ഈ പറയപ്പെട്ട സാധനം വീഞ്ഞ നമ്മളിത് സ്തോത്രം ചെയ്യുമ്പോൾ ഇതിന് യാതൊരു ട്രാൻസ്ഫോർമേഷനും സംഭവിക്കുന്നില്ല. ഉണ്ടോ? യാതൊരു, അതായത് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ, അതാണ് റോമൻ കാത്തലിക്സ് പറയുന്നത്, വസ്തു മാറ്റോപദേശം. അതിന് യാതൊരു മാറ്റവും വരുന്നില്ല. അതിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ വൈറസ് അതിനകത്ത് തന്നെ ഉണ്ട്. ഒരാൾ ചെറിയെന്ന് കുടിച്ചു വരുമ്പോൾ അതിനകത്തൊരു വൈറസ് ഉണ്ടെങ്കിൽ ആ വൈറസ് അവിടെ ഉടൻ തന്നെ സ്തോത്രം ചെയ്തായതുകൊണ്ട് വൈറസ് അവിടെ വെച്ച് ചത്തുപോവുക എന്നൊരു സംവിധാനം ദൈവം വെച്ചില്ല. കാര്യം ഇത് ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് ആ വൈറസ് ഉണ്ടാവും. അപ്പം അതിന് ദൈവം ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് യാതൊരു ഉപദേശ പശുവില്ല. ഈ കപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. കാര്യം ഒരു പാനപാത്രം നമ്മൾ പല കപ്പുകളിലേക്കാക്കി കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ എത്രയോ പ്രശ്നങ്ങൾ. ബഹറിനൊരു സോഹൻ ഇപ്പോഴും തിരുവത്താഴത്ത് മാറി നിൽക്കുക. എന്താ അറിയാവും? അണ്ടിൽ ആൻഡ് അൺലെസ് സിംഗിൾ കപ്പ് ഈസ് റീഇൻസ്റ്റേറ്റഡ് ദാറ്റ് ഐ വിൽ ഹാവ് നോ ഫെലോഷിപ്പ് എന്ന് പറയും. ഇത് സിംഗിൾ കപ്പ് ഇല്ലെങ്കിൽ ഞാൻ എടുക്കുകയില്ല. ഇതിനെയൊക്കെ വാസ്തവത്തിൽ അഡമൻസി എന്നാണ് പറയുന്നത്. എസെക്കിയേൽ സാറിൻ്റെ പുസ്തകത്തിനകത്ത് മർക്കടം മുഷ്ടിയും പറഞ്ഞൊരു കഥ പുള്ളിയിട്ടുണ്ട്. കുരങ്ങനെ പിടിക്കുന്ന സംവിധാനമാണ്. ജേസൺ ബ്രദർ വായിച്ചിട്ടുണ്ടാവും. ഈ കുരങ്ങനെ വളരെ ഇഷ്ടമുള്ള സാധനം ശർക്കര. കരിക്ക് വെട്ടിയിട്ട് അതിൻ്റെ മോടൻ ചെറിയൊരു തുളയിട്ട് ഇതിനകത്ത് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് ശർക്കര ഉരുട്ടിയാത്തിടും. കുരങ്ങ് വന്ന് ഈ ഒരു കൈ ഇതിനകത്തോട്ടിട്ട് ഈ ശർക്കര കയറി പിടിക്കും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു കൈ കൊണ്ട് ഊരിയെടുക്കാം. പക്ഷേ അടുത്ത കുരങ്ങൻ വരുന്നു എന്നുള്ള പരവേശം കാരണം ഈ കയറാൻ സ്ഥലമില്ലാത്തടത്തോടെ മറ്റേ കൈയോടിന് അതോടെ ഇതിട്ട് ഈ ശർക്കര ഇങ്ങനെ പിടിക്കും. ഈ പരുവം നോക്കി കുരങ്ങെടുത്തക്കാർ വല വീശി കുരങ്ങിനെ പിടിക്കും. അതെന്നാണ് ഈ മർക്കട മുഷ്ടി എന്ന് പറയുന്ന ചൊല്ലുണ്ടായത്. അപ്പോൾ ഇതൊരു പാരമ്പര്യമാണ്. ഇങ്ങനെ ആകാവൂ. അതുപോലെ ഒരാൾ മുറിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. മുറിച്ചു കൊടുക്കാൻ കാരണങ്ങളിൽ മുറിക്കാൻ പാടില്ല. ഈ പറയുന്ന എല്ലാം എന്താണ്? ഒരു പാരമ്പര്യമാണ്. ഇനിയും മറ്റൊന്നിലേക്ക് ഇത് അത്രേ എനിക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം പിന്നെ മറ്റൊന്നാണ്, ഈ കർത്തനമേശ വയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു മൂടുവിരി ഇടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും എവിടെയെങ്കിലും ഈ ബൈബിളിനകത്ത് ഇങ്ങനെ ഈ കർത്തനമേശ വരിക വെക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു മൂടുവിരി ഇട്ടേക്കണം, അത് ശുഭ്രമായിരിക്കുന്ന ഒരു വെള്ള വിരിയായിരിക്കണം എന്നുള്ള, അത് ആഴ്ചതോറും എടുത്തുകൊണ്ട് പോയി കഴിയണം, അത് ടിന്നോപ്പാലിലും വെക്കണം എന്നെല്ലാം എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്ന ഇത് വന്നേ? പണ്ട് കാലത്ത് നമ്മുടെ ഈ ചർച്ചിൻ്റെ ആരംഭകാലത്ത് വല്ല മരത്തിൻ്റെ ചുവട്ടിലോ ഓല കെട്ടിയ വീടുകളുടെ ഷെഡുകളിലോ വരാന്തയിലോ ഒക്കെയാണ് ഈ മേശ ഒരുക്കി വെക്കുന്നത്. ഇത് തുറന്നു വെച്ചാൽ പല്ലിയോ പാറ്റയോ മറ്റെന്തെങ്കിലും ക്ഷുദ്രജീവികളോ ഇതിനകത്ത് വീഴാതിരിക്കാൻ അതെന്ത് ചെയ്തു? കവർ ചെയ്തു. കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഈ മൂടുവിരിക്ക് യാതൊരു മാറ്റവും ഇത്രയും മനോഹരമായ ഹോളിനകത്ത് ഒരു പല്ലിയും വീഴുകയും. എന്നാലും ഈ മൂടുവിരിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. സോ മൂടുവിരി എന്തായി മാറി? ഒരു പാരമ്പര്യമായി. ഇഫ്താഹ് തന്റെ മകളെ യഹോവയ്ക്ക് യാഗം കഴിക്കാം എന്ന് പറഞ്ഞു. അവൻ യുദ്ധം ചെയ്ത് ജയാളിയെ വരുമ്പോൾ മകളാണ് എതിരേറ്റ് വരുന്നത്. അപ്പനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. എൻ്റെ മോളെ നീ എന്നെ ചതിച്ചല്ലോ, ഞാൻ യഹോവയോട് പറഞ്ഞു, നീ പറഞ്ഞോളൂ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവള് കന്യകമാരുടെ കൂടെ അവളുടെ ഈ യുവത്വത്തെക്കുറിച്ച് വിലപിക്കാൻ വേണ്ടി പോയി. അവളെ കൊന്നതായിട്ടൊന്നും വേദോസ്വതി പറഞ്ഞില്ല, അതൊരു വേറൊരു കഥയാണ്. ഏതായാലും ഇസ്രായേലിലെ കന്യകമാരെല്ലാം കൂടെ വേറെ ഒരു സമ്പ്രദായം ഉണ്ടാക്കി. ആണ്ടുതോറും എന്ത് ചെയ്യുക? ഇഫ്താഹിൻ്റെ മകളെ ഓർക്കുക. ഇഫ്താഹിൻ്റെ അങ്ങനെ ഒരു സംവിധാനം പേരുണ്ടോ? ഇഫ്താഹിൻ്റെ മകളെ ഓർക്കുക. അപ്പം നമ്മൾ ഈ പാരമ്പര്യങ്ങൾ, ഇപ്പം മൂടുവരി അതിന് പ്രമാണമൊന്നുമില്ല, പക്ഷേ മൂടുവരി ഇട്ടില്ലെങ്കിലും ചോദ്യം ചെയ്യും, അത് പ്രശ്നമാകും. അത് ഒരു വിഷയമാണ്. ഇനി മറ്റൊന്ന്, നമ്മുടെ ശവസംസ്കാരം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തല എങ്ങോട്ട് വെക്കും? എങ്ങോട്ട് വെക്കും? ആർക്കും അറിയാമോ? പടിഞ്ഞാറോട്ട് വെക്കും. പടിഞ്ഞാറോട്ട് വെക്കും. പള്ളികളുടെ മതഭകാരിക്കുന്നത് എങ്ങോട്ടാണ് ദർശനം അറിയാമോ? കിഴക്കോട്ട്. അപ്പോൾ കിഴക്കോട്ട് വെക്കുന്നതിൻ്റെ കാര്യം അറിയാമോ? കിഴക്കാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ആസ്ഥാനം എന്നാണ്
വിശ്വാസം. വാസ്തവത്തിലെ വടക്ക് നിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു യഗസ്കേൽ ഭവൻ പറയുന്നത്. അപ്പം പല സാധ്യത ഉണ്ടെങ്കിൽ വടക്കാണ്. ഭൂമിയുടെ കാന്തിക മണ്ഡലവും എവിടെയാണ്? വടക്കാണ്. അപ്പോൾ ഇത് കിഴക്കോട്ട് മധുഭാവിച്ചേക്കുന്നത്. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പല ശവസംസ്കാരം വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ബോഡി വെച്ചപ്പോൾ തല തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അത് പടിഞ്ഞാട്ട് നമ്മൾ കിഴക്കോട്ടായി. പിന്നെ വീണ്ടും ശവം കുഴിക്കകത്ത് കയറിച്ച് തിരിച്ചു വെച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർത്താവ് ഇനി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് എവിടുന്നാണ്? കിഴക്ക് നിന്നാണ്. അപ്പോൾ ഇവൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുഖം. എൻ്റെ സഹോദരന്മാരെ, ഈ പുനരുത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രാഗ്മെന്റ് ഓഫ് 1 millionth of a second, ഈ നൊടി നേരെ വന്നതിന് എഫ് ബ്രൂസ് പറഞ്ഞേക്കുന്നത് 1 millionth of a second എന്ന്. 1 millionth of a second എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറയുള്ളൂ, എനിക്ക് പറയാൻ ഒക്കില്ല. അത് ഈ കാര്യം കഴിഞ്ഞു കഴിയും. അപ്പം നമ്മുടെ ഒരു പാരമ്പര്യമാണ് മരിച്ചു കഴിഞ്ഞാൽ തലയെന്ത് ചെയ്യുക? തല പുറകോട്ട് വയ്ക്കുക. ഇപ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് നമുക്കുണ്ടായിരുന്ന പാരമ്പര്യമുണ്ടായിരുന്നു, ഈ ഗർഭിണികളെ ഉമ്മരപ്പടിയിൽ ഇരിക്കരുത്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. പണ്ട് നമ്മുടെ കൊണ്ടായിരുന്നു ഈ വീടിൻ്റെ കട്ടിലപ്പടി ഉമ്മരപ്പടി ഇരിക്കരുത്. എന്താ കാര്യം? മുമ്പോട്ട് തൂങ്ങിക്കിടക്കുന്ന വയറുമായി മുമ്പോട്ട് ആഞ്ഞു കഴിഞ്ഞാൽ വയറടിച്ച് താഴെ വീഴും. ആ ഇരിക്കരുതെന്ന് കാരണം അതാണ്. കട്ടിലിൽ ഇരുന്നു കൊണ്ട് കാലാട്ടെന്ന് പറയും. കാര്യം അന്നത്തെ വല്യപ്പന്മാർ മുറുക്ക് തുപ്പുന്നവരായിരുന്നു. കോളാമ്പിക്കകത്ത് മുറുക്കി തുപ്പൽ സൂക്ഷിച്ചു. ഇത് കട്ടിലിൻ്റെ അടിയിലാണ് സൂക്ഷിക്കുന്നത്. കട്ടിലിൽ നിന്നുകൊണ്ട് കാലാട്ടി കഴിഞ്ഞാൽ ഈ കാലി എന്ത് ചെയ്യും? ഈ കോളാമ്പിയെ മുട്ടും, അത് മറിഞ്ഞ് താഴെ വീഴും, അവിടെല്ലാം വൃത്തികേടാകും. അതേ കട്ടിലിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തത്? കലാട്ട്. പിന്നെ അപ്പോൾ ശവസംസ്കാരൻ്റെ പടിഞ്ഞാട്ട് തലവെക്കുന്ന വ്യവസ്ഥിതി വേദപുസ്തകത്തിൽ നമ്മൾ പിന്നീട് കൂട്ടിച്ചേർത്ത പാരമ്പര്യങ്ങളൊന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വിവാഹത്തിന് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാ സന്നാഹവുമായിട്ട് ഇങ്ങോട്ട് വന്നു. മണവാളിനെയും മണവാട്ടിയും സ്വീകരിക്കാൻ ഒരുക്കപ്പെട്ട 5-6 പിള്ളേരെ എല്ലാം യൂണിഫോം ഇട്ട് നിർത്തിയിരിക്കുന്നു. ബക്കറ്റിനകത്ത് പുഷ്പങ്ങൾ വാരി ഇങ്ങനെ എന്ത് ചെയ്യുന്നു? അയൽക്കൂടി വിതറുന്നു. അതിനുശേഷം ഇവിടുന്ന് കാസർഗോഡ് വരെ നീളവെള്ള നെറ്റൊരെണ്ണം തലയിൽ കൂട്ടിയിട്ട് 2 പേര് അതിൻ്റെ പുറകെ കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് വീഴുന്നു. ഇങ്ങനെ ഇത് വല്ലതും നമ്മൾ വേദോസ് എഴുതിയിട്ടുണ്ടോ? ഈ വക ഒരു കാര്യം വിവാഹം സംബന്ധിച്ച വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നും കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്നും പറഞ്ഞിട്ടുള്ളതല്ലാതെ ഇതിൻ്റെ ഈ മോഡസ് ഓപ്പറൻഡി ഓഫ് കണ്ടക്ഷൻ ഓഫ് മാരേജ് എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് വല്ലതും വായിച്ചിട്ടുണ്ടോ? ഒരു വാക്കുപോലും ബൈബിളില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നു, അവിടുന്ന് വന്നവന് ഒരു 15 മിനിറ്റ് സമയം, ഇവിടുന്ന് വന്നവർക്ക് 15 മിനിറ്റ് സമയം, അവിടുന്ന് വന്നവർക്ക് ഒരാൾക്ക് പ്രാർത്ഥന, ഇവിടുന്ന് വന്നവർക്ക് ഒരു പ്രാർത്ഥന, ഇതിനിടയ്ക്ക് ആശംസ, അനുമോദനങ്ങൾ, ഇതെല്ലാം കൂടെ വെച്ച് ഡയബറ്റിക്കാരൻ അവൻ്റെ നാടിയെല്ലാം തളർന്ന് താഴെ പോകത്തക്ക നിലയിൽ 2:30 കഴിഞ്ഞാലും ഭക്ഷണം കിട്ടുകയില്ല. അതിനെക്കാട്ടി കഷ്ടം ഈ ബുഫേ സർവീസ്. നിങ്ങൾ ക്ഷമിക്കണമെന്നോട് അറിയാവോ? മാന്യരായി നമ്മളെല്ലാം ക്ഷണിച്ച് വരുത്തിച്ച് ഭിക്ഷക്കാരെ പോലെ ക്യൂവിനകത്ത് ഈ ശാപ്പാട് കഴിക്കും. ഞാൻ ഒരൊറ്റ സ്ഥലത്ത് ഈ ബുഫേ ആഹാരം കഴിക്കാൻ നിൽക്കുകയില്ല. കാരണം അറിയാവും, 500 പേരെ വിളിക്കണ്ട, 100 പേരെ വിളിച്ചാൽ മതി. മേശം വരുത്തി ആഹാരം കൊടുക്കണം. നമ്മളെല്ലാം വിളിച്ച് വരുത്തിച്ച് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ കുറേ പേർ കിട്ടും. അവിടെ തന്നെ ഭയങ്കര റഷ്. അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിനൊന്നൊരു വ്യവസ്ഥയില്ല. നമ്മുടെ വിവാഹത്തിൻ്റെ പാറ്റേൺ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് സിറിയൻ പലസ്തീനിയൻ കൾച്ചറിൽ നിന്നാണ്. സിറിയൻ പലസ്തീനിയൻ കൾച്ചർ ഇപ്പം ഓർത്തഡോക്സുകാരാണ് അതും 100% അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നത്. അതിപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യുന്നു. അത് വരുമ്പോൾ ഈ മണവാട്ടിയെ ഒരുക്കുകയും മണവാളിനെ ഒരുക്കുകയും ചെയ്യുന്ന ആ സമ്പ്രദായം എല്ലാം അവിടെ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ഇവിടെ ഈ സംവിധാനമൊന്നും വേദപുസ്തകപ്രകാരമുള്ളതല്ല, പുതിയതുള്ളതല്ല. പക്ഷേ നമ്മൾ ഒരുപാട് അറിഞ്ഞുകൊണ്ടോ അറിയാതോ ഈ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ശുശ്രൂഷ തകരാറുള്ളതാണെന്ന് നമ്മൾ വരുത്തി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ വിവാഹ പ്രതിജ്ഞയുണ്ടല്ലോ, മത്തായി എന്ന ഞാൻ, മറി എന്ന നിന്നെ ഇന്ന് മുതൽ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പറയുന്ന ഈ തക്സ പോലും ആംഗ്ലിക്കിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല. ഇംഗ്ലീഷുകാരുടെ റോയൽ ചർച്ചിൻ്റെ തക്സ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് തക്സയിൽ നിന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത സാധനം. അത് പിന്നെ മിടുക്കന്മാരായ സുവിശേഷന്മാർ അവരുടെ അടുത്ത അവസരങ്ങളെ കിട്ടത്തക്കൊണ്ട് അല്പം കട്ടി കൂടിയ ഇംഗ്ലീഷിൽ പറയും, ചിലർ കോമൺ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഇത്രയും തന്നെ വ്യത്യാസം. ആർക്കും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രത്യേകത അറിയാവും. അവനവനെ ഏത് നിലയിലും സംസാരിക്കാൻ കഴിയുന്ന സാഹിത്യ അഭിരുചിയും ഭംഗിയുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. കടിച്ചാൽ പൊട്ടാത്ത പിന്നെ ഭാഷയെ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ, വൈൽ ഐ വാസ് പരാംബുലേറ്റിംഗ് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ലണ്ടൻ സിറ്റി സൂൺ മൈ പെർപെൻഡിക്കുലാരിറ്റി ബിക്കെയിം ഹൊറിസോണ്ടാലിറ്റി എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ വലിയ ക്ലാസിക് ഇംഗ്ലീഷാണ്, സാധാരണക്കാരന് മനസ്സിലാകുകയില്ല. എന്നാൽ അത് സാധാരണക്കാരനോട് ഞാൻ പറയുമ്പോൾ വൈൽ ഐ വെന്റ് ഫോർ ദ മോർണിംഗ് വാക്ക് ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ലണ്ടൻ സിറ്റി ഐ ഹാഡ് എ സ്ലിപ്പ് ഓഫ് ലെഗ് ആൻഡ് ഐ ഫെൽ ഡൗൺ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യും? മനസ്സിലാകും. അത് തന്നെയാണ് ഞാൻ മറ്റേ പറഞ്ഞതും. ഏതാ? മൈ പെർപെൻഡിക്കുലാരിറ്റി ബിക്കെയിം ഹൊറിസോണ്ടാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള സൗകര്യമുണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഈ വിവാഹത്തിനും എന്തില്ല, ഇപ്പം പറയപ്പെട്ടിരിക്കുന്ന ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയ പാരമ്പര്യങ്ങളാണ്. മറ്റെല്ലാം സംഗതിയാണ്.
പിന്നെ എങ്ങനെ നടത്തണം അത് വേറെ ക്ലാസ് ഞാൻ പറയാം, അതിപ്പോൾ സമയമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ശവസംസ്കാരം, പിന്നെ വീട് കൂതാശയ്ക്ക് രാഹു ഗുളികൻ, സമയം പോലല്ലോ ഉദ്ദേശിക്കുന്നത്, രാഹു ഗുളികൻ നോക്കാത്ത വിശ്വാസികളാണ് ചുരുക്കം. അതിൻ്റെ കഥ നിങ്ങളോട് പറയാൻ എനിക്ക് സമയമില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ദേവന്മാരും അസുരന്മാരോട് വന്ന് പാലാഴി എന്ന് പറഞ്ഞ ഈ സമുദ്രം ഗോവർദ്ധന പർവ്വതം മത്തായും വാസുകി എന്ന് പറഞ്ഞ സർപ്പത്തെ കയറായിട്ട് ഉപയോഗിച്ച് കടഞ്ഞ് പാലാഴിയിൽ നിന്ന് അമൃതെടുത്തു. ഞങ്ങളുടെ വീട്ടിൽ പാല് തന്നുകൊണ്ടിരുന്നൊരു പെന്തക്കോസ്ത് വിശ്വാസി വെള്ളത്തിൽ പാല് ചേർത്താൽ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചായ ഇട്ട് അമ്മാനം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളം അല്പം ചേർക്കുന്നതിന് പ്രയാസമില്ല, പക്ഷേ വെള്ളത്തിൽ പാല് ചേർത്ത് തരരുതെന്ന് ഞാൻ പറഞ്ഞു. പാലിനകത്ത് വെള്ളം ചേർന്ന് അല്പം ഇത് തടഞ്ഞു. അപ്പോൾ ഈ പാലാഴി കടഞ്ഞ അമൃതം കൊണ്ടുപോയി, അമൃതം കടഞ്ഞുകൊണ്ട് ദേവന്മാരങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ ഈ അമൃതം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇവരൊരിക്കലും മരിക്കുകയില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചാൽ മരണമില്ലാത്തതാണ്. ഈ അസുരന്മാർക്ക് അസൂയായി. അവൽ ഗുരുത്തം കേട്ട ഒരുത്തം ചെന്നിട്ടെന്നറിയാവും, ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ ഒരു ദേവൻ്റെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങിച്ചിട്ട് അവൻ്റെ കഴുത്തിൻ്റെ ഓങ്ങ് കൊടുത്തു. തല തെറിച്ചു പോയി. തല 1.5 മണിക്കൂർ സമയം കിടന്ന് പിടഞ്ഞു ദേവൻ്റെ. അതിനെ ഇന്ദ്രന്മാർ ശപിച്ചപ്പോൾ അത് ദിവസത്തിൻ്റെ ശാപസമയമായി, ദോഷസമയമായി. പക്ഷേ എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസമല്ലേ ഇന്ദ്രൻ മരിച്ചുള്ളൂ. മരിച്ചപ്പോൾ ആ കൃത്യം ദിവസം തിങ്കൾ മുതൽ ശനിയാഴ്ച ഞായറാഴ്ച വരെ ഇങ്ങനെ ഓരോ സമയം മാറി വരുന്നെങ്ങനെയാ അത് മരിച്ചു. ഇതാണ് രാഹു. വിശ്വാസി ആരും രാഹു നോക്കില്ല. പറയാം, ഒറ്റ കല്യാണത്തിനും രാഹുവിൻ്റെ സമയത്ത് ഇറങ്ങുന്നില്ല. എന്തെങ്കിലും ഫോട്ടോ പിടിച്ചുകൊണ്ടോ പടം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടോ ഒക്കെ ഇരിക്കും. ഇത് കഴിഞ്ഞാൽ രാഹുവും കൂടി നോക്കി ഇറങ്ങുന്നു. വീട് കൂതാശയ്ക്ക് പ്രവേശനത്തിന് പാല് കാച്ചുക, എവിടെയെങ്കിലും നമുക്ക് വേദോസത്തിൽ അങ്ങനെ ധർമ്മമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള നിരവധി പാരമ്പര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മിലേക്ക് നുഴഞ്ഞു കയറിയതും അല്ലെങ്കിൽ നാം അനുവദിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വചനത്തിന് അടിസ്ഥാനമില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസികളായ നമ്മുടെ ഇടയിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ ഓരോ ദിവസവും ഇത് വർദ്ധിച്ചു വരുന്നേ ഉള്ളൂ, കുറയുന്നില്ല. ദൈവവചനം കൃത്യമായി അനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ള വചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത യാതൊരു മാനുഷിക പ്രമാണങ്ങളും വിശ്വാസികൾ അനുഷ്ഠിക്കേണ്ട ആവശ്യം ഇല്ലെന്നാണ് ദൈവം പറയുന്നത്. അതിനെ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവുള്ള ആരാധന പറയാനും സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. പണ്ട് ആർക്കെ പറഞ്ഞ പോലെ ആശയങ്ങൾ ഏറെ കീശയിലുണ്ടെങ്കിലും അത് പറയാനുള്ള സമയം വളരെ പരിമിതമാകിയാൽ ഇത് നീട്ടിക്കൊണ്ട് പോയി നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും നിർത്തുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പല ക്ലാസ്സുകൾ വയ്ക്കണം. എന്നെ തന്നെ വിളിക്കണം നിർബന്ധമില്ല. ഇത് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും വിളിച്ചാൽ മതി. എനിക്കറിയാം. പിന്നെ എന്നെ വിളിച്ചാൽ ഞാൻ പറയും. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മളും അറിഞ്ഞുകൊണ്ടോ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ് പല പാരമ്പര്യങ്ങളും. അപ്പോൾ ഈ പാരമ്പര്യങ്ങൾ നമുക്കുണ്ടായിരിക്കുകയും നമ്മൾ പറയുന്നത് നമുക്കൊരു പാരമ്പര്യവും ഇല്ലാത്ത കുടിവരവാണ്. എന്നിട്ട് പറയുകയാണ് നല്ല വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള തലമുറയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു അക്ഷരികമായി ഇത് പാലിക്കുന്നു. നാം അനുവാദം കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? സമ്മതിക്കുന്നു. വരികയാണ്. അപ്പോൾ ദൈവവചനം പറയാത്ത യാതൊരു കാര്യങ്ങളും ഇതിനൊന്നും ഒരു മോഡസ് ഓപ്പറണ്ടി, ആരാധനയുടെ മോഡസ് ഓപ്പറണ്ടി എങ്ങനെ ആയിരിക്കണം, വിവാഹശുശ്രൂഷയുടെ മോഡസ് ഓപ്പറണ്ടി എങ്ങനെ ആയിരിക്കണം, ശവസംസ്കാരത്തിൻ്റെ മോഡസ് ഓപ്പറണ്ടി എങ്ങനെ ആയിരിക്കണം, ഒരു ഹൗസ് വാമിങ്ങിൻ്റെ മോഡസ് ഓപ്പറണ്ടി എങ്ങനെ ആയിരിക്കണം, ശിശു പ്രതിഷ്ഠ, അത് എപ്പിസ്കോപ്പൽ സഭകൾക്കുണ്ട്. നമുക്ക് അങ്ങനെ വലിയ എഴുതുന്നതിനുണ്ടോ? ഒരു കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരാൾ പ്രാർത്ഥിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ ആചാരപരമായി സ്വീകരിച്ചിട്ട് പിന്നീട് വരുന്നതറിയാമോ, ഒരു തലമുറ ആ കാര്യം ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷൻ അത് ചെയ്യാതിരുന്നാൽ നമ്മളെ വിപരീത ഉപദേശക്കാരായിട്ട് മുദ്രകുത്തും. ഡോക്ടർ വാരൻ ഡബ്ല്യു യേഴ്സ്ബി അദ്ദേഹം സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വാലിറ്റി ഹാസ് ബീൻ ആൻ എക്സ്പീരിയൻസ് ടു ദി ഫസ്റ്റ് ജനറേഷൻ. ആത്മീയത ഒന്നാം തലമുറയ്ക്ക് ഒരു അനുഭവമായിരുന്നു. 2, ആൻ ഇൻഹെറിറ്റൻസ് ടു ദി സെക്കൻഡ്. ഒന്നാം തലമുറ രണ്ടാം തലമുറയ്ക്ക് കൈമാറിയ അവകാശമാണ് ഏത്? ഈ സ്പിരിച്വാലിറ്റിയുടെ സെക്കൻഡ്. ഇൻഹെറിറ്റൻസ് ടു ദി സെക്കൻഡ് ജനറേഷൻ, എ കൺവീനിയൻസ് ടു ദ തേർഡ് ആൻഡ് എ ന്യൂസൻസ് ടു ദ ഫോർത്ത്. കരുതയോ? അദ്ദേഹം പറഞ്ഞേക്കുന്നതാണ്. അപ്പം എനിക്ക് വളരെ അർത്ഥവത്തായി തോന്നി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദ ഫസ്റ്റ് ജനറേഷൻ ക്ലെയിം ദ പ്രേ, the first generation battled the ground and the second generation claimed the prey and third generation spoiled it. വളരെ അർത്ഥവത്തായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ ഔപചാരികമായി ദൈവവചനം കൽപ്പിക്കാത്ത ചില സമ്പ്രദായങ്ങൾ വെച്ചിട്ട് ഈ സമ്പ്രദായങ്ങൾ കൂടെ നിങ്ങൾ വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ സിസ്റ്റം ശരിയാവുള്ളൂ എന്ന് നിർബന്ധിച്ചാൽ
മാനുഷികമായ അത്തരം കൽപ്പനകളെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ദൈവവചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിക്കുക. ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുക, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുസരിച്ച് അനുസരിക്കാതിരിക്കുക. ദൈവം നമ്മെ സഹായിക്കും.